16 വയസ്സുള്ള ഒരു ചെറുക്കൻ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത. അവൾ ധരിച്ചിരുന്ന യൂണിഫോമിന്റെ ബ്ലൗസ് കൊണ്ട്, ഷർട്ട് കൊണ്ടാണ് ആ കുട്ടിയുടെ കൈ അവൻ പിറകിലേക്ക് കെട്ടിയത്. എന്നിട്ടാണ് 16 വയസ്സുള്ള ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്നിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് പോലീസ് വന്ന് അവനെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്തപ്പോ അവന്റെ ടവർ ലൊക്കേഷൻ അവളുള്ള സ്ഥലത്തുണ്ട് എന്നറിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്തപ്പോ വീട്ടുകാർ മൊഴി കൊടുത്തപ്പോ വളരെ കൂളായിട്ട് ഞാനിത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവസാനം നിക്കക്കള്ളിയില്ലാതെ അവൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഇതാ കൊന്നിട്ട കുട്ടി. ആ ചെറുക്കനോട് പോലീസുകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാ അവളെ കൊന്നത്? അപ്പോ ആ ചെറുക്കൻ പറഞ്ഞ മറുപടി, അവൾ കൊല്ലപ്പെടേണ്ട കുട്ടിയാണ് എന്നാണ്. വല്ലാത്ത മാറിയ മാനസികാവസ്ഥയുള്ള കുറെ മക്കൾ. ഇന്നലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് ഒരു റൂമിൽ കൊണ്ടുപോയി ഒരു ചെറുക്കനെ +2കാരായിട്ടുള്ള കുറെ കുട്ടികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായപ്പോ പോലീസ് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് 4 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി അവരെ ഇപ്പോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. 17 വയസ്സാണ് ആ 4 ചെറുക്കന്മാർക്കുള്ള പ്രായം. ഒരു പ്രത്യേക രീതിയിൽ മുടിയൊക്കെ വെട്ടി, ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച്, മുഖത്ത് മുഴുവൻ അഹങ്കാരം മാത്രമുള്ള 4 കുട്ടികൾ മുഖം പോലും മറയ്ക്കാതെ പോലീസുകാരുടെ മുന്നിൽ അവർ നിന്നു എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരാഴ്ചയിലെ സംഭവമായി പറഞ്ഞു. ഈ ഒരാഴ്ചയിലെ സംഭവം അല്ലെ? ബസ് കയറിയിട്ട് ആണിനടുത്ത് ചെന്ന് നിന്ന് തന്റെ ശരീരം ആണിന്റെ മേലെ ഒരസി അതിങ്ങനെ വീഡിയോയിൽ ഓൺലൈനായിട്ട് ഷൂട്ട് ചെയ്ത്, എന്നിട്ട് അത് ആൾക്കാരെ കാണിച്ചിട്ട് എന്ത് വൃത്തികേട് കാണിച്ചിട്ടും ഓൺലൈനില് ഹിറ്റ് ആവണമെന്നും വൈറലാവണമെന്നും തനിക്ക് പണം കിട്ടണമെന്നും ചിന്തിക്കുന്ന വൃത്തികെട്ട സ്ത്രീകളുള്ള ലോകവുമായി ലോകം മാറിയത് നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ മാനക്കേട് ഭയന്ന് ആത്മഹത്യ ചെയ്തു. ജീവനേക്കാൾ ഇസ്ലാം പ്രധാനം എന്ന് പറഞ്ഞ ഒരു സാധനമാണ് മാനം. മറ്റൊരു മനുഷ്യന്റെ മാനം കൊണ്ട് നിങ്ങൾ കളിക്കരുത്. ഇസ്ലാമിന്റെ അധ്യാപന സ്വത്ത് മാനം ഉണ്ടോ? ഒരു പെണ്ണിനോട് ഭർത്താവ് ഇല്ലാത്തപ്പോ സൂക്ഷിക്കാൻ പറഞ്ഞത് ഏറ്റവും വലിയ അമാനത്ത് ഭർത്താവിന്റെ സ്വത്തും മാനവുമാണ്. നിന്റെ മാനം കാക്കണം. മാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു പെണ്ണ് ബസ് കയറിയിട്ട് കണ്ടന്റ് കിട്ടാനില്ല. ഈ യൂട്യൂബിൽ മുഴുവൻ ചാനലുകളാണ്, ഇൻസ്റ്റഗ്രാമിൽ ചാനലുകളാണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വീഡിയോ ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റ് വേണ്ടേ? അവനവന്റെ ബെഡ്റൂമിനകത്തുള്ള ദൃശ്യങ്ങൾ പോലും ഉളുപ്പില്ലാതെ പകർത്തിയിട്ട് അത് കണ്ടന്റ് ആക്കാൻ ഉളുപ്പില്ലാത്ത, മടിയില്ലാത്ത പുതിയ തലമുറയുള്ള ലോകം. ഇതാണ് ആധുനിക ലോകം. ഞാൻ ഈ ഒരാഴ്ചയിലെ സംഭവം പറഞ്ഞത്. ഒരു മനുഷ്യൻ ആത്മഹത്യയാണ്. അവന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോ അവൻ ആത്മഹത്യ അറിയാത്തൊരു സംഭവം അല്ലേ? എന്നിട്ടോ അതുവരെ ഒരു വീഡിയോയിലും പർദ്ദയിടാത്ത പെണ്ണ് പോലീസ് പിടിച്ചപ്പോ പർദ്ദട്ട് സുരക്ഷിതമായിട്ടാ പെണ്ണ്. അവൾ പോലീസിനോട് പറഞ്ഞത്രേ, എനിക്ക് ഇത്തിരി സമയം തരണം. ബന്ധുവീട്ടിൽ ചെന്ന് പോലീസ് മഫ്റ്റിയിലാ ചെന്നത്. സ്വകാര്യ വാഹനത്തിൽ പോലീസുകാർ പോലീസിന്റെ വസ്ത്രം ധരിക്കാതെ ഈ പെണ്ണിനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ പെണ്ണ് പറയണത്രേ, എനിക്ക് ഇത്തിരി സമയം വേണം. പോലീസുകാർ ചോദിച്ചു, എന്തിന്? എനിക്ക് വസ്ത്രം ഒന്ന് മാറ്റണം, പർദ്ദടണം, എന്നിട്ടൊരു മുഖം മൂടി ധരിക്കണം. ഓക്കെ, എന്നിട്ട് ആ പർദ്ദ ഇട്ടിട്ടാണ് അവളിപ്പം നടക്കണത്. ചെയ്തതോ ആ വൃത്തികേടുകൾ ചെയ്തതൊക്കെ പർദ്ദടാതെ. ഒരുപാട് വീഡിയോകൾ ആ പെണ്ണിൻ്റെത് കാണാം. അതിലൊന്നും പർദ്ദല്ല. ചുണ്ട് ചോപ്പിച്ച് മുഖം മിനുക്കി വൃത്തികേടുകൾ മാത്രം ചെയ്തുകൊണ്ടൊരു തലമുറ ഇങ്ങനെ പോവാണ്. എന്നിട്ടോ ഒന്നും മിണ്ടാൻ വയ്യ, ആർക്കൊന്നും പറയാൻ വയ്യ. പറയുന്നവരൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവർ. ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്നാ ഉപദേശിക്കാൻ വരണ്ട എന്നാ കുട്ടി പറയണത്. സ്കൂളിലെ മാഷോട് പറയാണ്, ഉപദേശിക്കാൻ വരണ്ട. ഇസ്ലാം എന്ന് പറയുന്ന റബ്ബ് സുബ്ഹാനഹു തആലയുടെ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? 2 കാര്യങ്ങളാണ് ഇസ്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. ഇസ്ലാമിന്റെ അടിസ്ഥാന സാധനം. ഒരു മാതാവ് ചെയ്യേണ്ടതെന്താ? പിതാവ് ചെയ്യേണ്ടതെന്താ? അധ്യാപകൻ ചെയ്യേണ്ടതെന്താ? പുരോഹിതൻ ചെയ്യേണ്ടതെന്താ? ആരെയും നിങ്ങൾ നോക്കിക്കോ, ഇസ്ലാം അവരോടൊക്കെ പറയാണ്, നിങ്ങൾ തിന്മ വിരോധിക്കണം. അരുത്. നിങ്ങളൊരു തെറ്റ് കണ്ടാൽ അതിനെ നിങ്ങൾ കൈകൊണ്ട് തടയണം എന്നതാണ് ദീൻ. കഴിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ നാവ് കൊണ്ട് തടയണം. അതും കഴിയാത്ത അവസ്ഥ ഉണ്ടോ? നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് വെറുക്കെങ്കിലും വേണം. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് ചിന്തിച്ചു നോക്കണം, മക്കളുടെ അവസ്ഥ എന്താണ്? തെറ്റുകളല്ലാതെയായി തെറ്റുകൾ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഒരു പാന്റ് കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ സ്കൂളിൽ പോയി എന്താ കുഴപ്പമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഉമ്മമാർ. എല്ലാവരും അങ്ങനല്ലേ? 10ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടി വീട്ടിൽ വന്ന് ചോദിക്കും, എനിക്കും വേണം ഫോണ്. ഉമ്മ ചോദിക്കും, എന്തിനാണ് ഫോണ്? എല്ലാവർക്കും ഉണ്ട്. സ്കൂളിൽ ഒരു ദിവസം പറയാണ്, നാളെ യൂണിഫോം ഇടണ്ട.
നാളെ നിങ്ങൾ യൂണിഫോം ഇടണ്ട, ഉടൻ കുട്ടി പാന്റ് കുപ്പായി എടുത്തിട്ടാ പോണ്. ഉമ്മ ചോദിക്കുക, എന്തിനാ മോളെ ഈ പാന്റ് കുപ്പായും, ഇതിങ്ങനെ ഇടാൻ പറ്റുമോ ഇസ്ലാമില്? ഇസ്ലാമിൽ ഒരു പെണ്ണിന്റെ വസ്ത്രത്തിന് ഇസ്ലാം കൽപ്പിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? കുട്ടി പറയാ എല്ലാരും ഇങ്ങനെയാണ്. മോളെന്താ മോളെ ചുണ്ടിന്റെ മുകളിൽ ചോപ്പ്, എല്ലാരും ഇങ്ങനെയാണ്. എന്തിനാ മുടി ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ തൂക്കിയത്, എല്ലാരും ഇങ്ങനെയാണ്. നമ്മൾ എന്താ ഈ കുട്ടികളോട് പറയേണ്ടത്? കുറച്ച് ആളുകൾ, കുറച്ച് പ്രായമുള്ളവർ, അവരിപ്പോഴും ദീനുമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കുട്ടികളെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കണം. എന്റെയും നിങ്ങളുടെയും മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് 2025 നവംബർ മാസത്തില് എന്റെ നാട് ഒരു ജീപ്പ്, നമ്മുടെ കൊണ്ടോട്ടിയിൽ നിന്ന് കൊളപ്പുറത്തേക്ക് പോകുന്ന റോട്ടിൽ ഒരു ജീപ്പ് കുതിച്ചു പയ്യാണ്. ഒരു താർ എന്ന് പറയുന്ന ജീപ്പ്. ആ ജീപ്പിന്റെ സ്പീഡ് കൊണ്ട് മുന്നിലെ ടയർ ഇങ്ങനെ പൊങ്ങണത് CCTV കാണാം. ആ ജീപ്പ് നേരെ ചെന്ന് ഇടിക്കുന്നത് ഒരു ലോറിയിലാണ്. നേർക്ക് നേരെ ഇടിയ. ജീപ്പ് വരുന്നത് കണ്ട് ലോറി ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. പക്ഷെ ട്രാക്ക് മാറി നിയന്ത്രണം തെറ്റി വന്ന ജീപ്പ് ഇടിച്ച് കയറുകയാണ് ആ ലോറിയിലേക്ക്. ആ ജീപ്പിൽ ഉണ്ടായിരുന്നത് 5 പേരാണ്. ആ താർ ജീപ്പിൽ ഓടിച്ച ചെറുക്കൻ തൽക്ഷണം മരിച്ചു. വയസ്സ് 17. തൽക്ഷണം മരിച്ചു. ആ വണ്ടി ഇങ്ങനെ ഇടിച്ചിട്ട്, ലോറിമേൽ ഇങ്ങനെ ഇടിച്ചിട്ട് ആ വണ്ടി ബാക്കോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. CCTV കാണാം. ഇടിച്ചിട്ട് ആ വണ്ടി ബാക്കോട്ട് ഇങ്ങനെ വരിക. ബാക്കോട്ട് വരുമ്പോ ആ വണ്ടിയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് വണ്ടി ഓടിച്ച ചെക്കന്റെ വലത്തെ കൈയാണ്. കൈ അറ്റു വീഴുക താഴേക്ക്. എന്ത് ഇടിയടിച്ചാലും എയർ ബാഗ് ഇങ്ങനെ ഓണായിട്ട് കഴുത്തിന്റെ എല്ല് ഒടിഞ്ഞിട്ടാ ചെറുക്കൻ മരിച്ചു പോയത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേർക്കും പരിക്കേറ്റു. അതിൽ ഒരു ചെക്കൻ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റു. അവൻ മിനിയാന്ന് മരിച്ചു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടു. മിനിയാന്ന് 3 മാസം ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചത് ആഴ്ചകൾക്കുള്ളിൽ നടന്ന, മാസങ്ങൾക്കുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ. ഈ വണ്ടി വാടകക്കെടുത്ത് ഇടിച്ച് 2 17 വയസ്സുകാർ മരിച്ചുപോയി. ആ വണ്ടിന്റെ ഉള്ളിൽ ഒരൊറ്റ കുട്ടിക്ക് ലൈസൻസ് ഇല്ല. പോലീസ് വന്ന് വണ്ടിയൊക്കെ വെട്ടിപ്പൊളിച്ച് കുട്ടികളൊക്കെ പുറത്തെടുത്ത് ആ കുട്ടികളൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ വണ്ടിയിലുള്ള മുഴുവൻ ആളുകളും +1 കഴിഞ്ഞ് +2 പോകുന്ന കുട്ടികളാണ്. അവരെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ സ്കൂളിൽ അവർ പ്രശ്നക്കാരാണ്, അച്ചടക്കമില്ലാത്തവരാണ്. ആ കുട്ടികളെ കുറിച്ചിട്ട് ആർക്കും പറയാനുള്ളത് അച്ചടക്കം കുറഞ്ഞ കുട്ടികൾ എന്നാണ്. ആ കുട്ടികൾ ജീപ്പ് വാടകക്കെടുത്തത് ഏതോ ഒരു 21 വയസ്സുകാരൻ വണ്ടി വാടകക്കെടുത്ത് ഈ കുട്ടികൾക്ക് മെയിൽ വാടക കൊടുത്തതാ വണ്ടി. 21 വയസ്സ് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് വണ്ടി വാടക കിട്ടൂല. എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടില്. ഇതെല്ലാറ്റിന്റെയും പേരിൽ പുരോഗതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയാണ് ലോകം പുരോഗമിച്ചിരിക്കുന്നു. ന്യൂ ജെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവരുടെയൊക്കെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കുക നിങ്ങൾ. ബന്ധങ്ങളാകെ തകരാറിലായിക്കൊണ്ടിരിക്കുക. ബാപ്പ, ഉമ്മ, സഹോദരി, സഹോദരന്മാർ, വീട്ടിനകത്തുള്ള ഒരു ബന്ധു കുട്ടിയൊക്കില്ല. എന്ത് ബന്ധമുള്ളത്?
നിങ്ങൾ പറ, നിങ്ങളുടെ മക്കൾക്ക് എന്ത് ബന്ധമാണ്? ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ മാറിയ കാലത്ത് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്ക്, നമ്മുടെ വീട്ടിന്റെ പടികൾ കയറി അകത്തേക്ക് ഇത് വന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ചിന്തിക്കുക ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല എന്ന് ചിന്തിക്കണ്ടോ? ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഇടങ്ങളിലൊന്ന് ഈ കോസ്റ്റൽ ഏരിയകളാണ്. മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത്, മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കോസ്റ്റൽ ബെൽറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ തീരദേശ പ്രദേശമാണ്. അതിൽപ്പെട്ടതാണ് ഈ താനൂരും പരപ്പനങ്ങാടും തിരൂരും മാറാടും ബേപ്പൂരും കോഴിക്കോട് ബീച്ചിന്റെ അവിടെ അങ്ങോട്ട് പോയ വെള്ളയിലും ഉണ്ടോ. ആ ബീച്ച് ഇങ്ങനെ എടുത്തു നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ പൊന്നാടി പോയി ഇവിടെ അങ്ങോട്ട് തിരുവനന്തപുരം വരെ കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ബീച്ചാ, ഒരു ഭാഗം മുഴുവൻ കടല, തീരദേശമാണ്, തീരദേശ മേഖലയാണ്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നത് ഈ തീരദേശ മേഖലയിലൂടെ. ഇപ്പം വരുന്ന മിക്ക കേസുകളും, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാറ്റിനും പിറകിൽ ലഹരിയാണ്. ലഹരിയുടെ വ്യാപനം ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ്, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞ്, മൂന്നാമത്തെ ഘട്ടത്തിലെത്തി നിൽക്കുന്നു പോലീസുകാർ പറയുന്നത്. അത് വ്യാപിച്ചിരിക്കുന്നു, മൂന്നാമത്തെ ഘട്ടത്തിലെത്തി, പിടിക്കാൻ കഴിയാതെത്തി. സ്കൂളുകളിൽ ലഹരിയാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന 16-കാരനും നമ്മൾ ഈ കാണുന്ന പിന്നെ 13-കാരിയും 14-കാരനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാ അല്ലെ? ഒരു കുട്ടി സ്കൂളിനകത്ത് എന്നും പ്രശ്നം സ്കൂളിനകത്ത്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഇവനെ കൊണ്ട് വയ്യ, പ്രശ്ന, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. 9ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്ക് അവന്റെ 3ാമത്തെ സ്കൂളാണ്. 7 മുതൽ 9 വരെ അവൻ 3ാമത്തെ സ്കൂളിൽ പഠിക്കണം. 3ാമത്തെ സ്കൂളിൽ ചേർന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോ മറ്റൊരു കുട്ടിയെ അവൻ കൈകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അവന്റെ ചുണ്ട് കീറിപ്പോയി. മേൽചുണ്ട് ഇങ്ങനെ കീറിയിട്ട് 2 ഭാഗമായി. മേൽചുണ്ട് ചോര ഇങ്ങനെ ഉറ്റി വീഴുക. ആ ചെക്കനാകെ പേടിച്ചു. ആശമാരൊക്കെ കൂടി അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇവിടെ ഒന്നും സ്റ്റിച്ച് ഇടാൻ പറ്റൂല, കാരണം ചുണ്ടാണ്. അത് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ആ അടയാളം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് സ്റ്റിച്ച് ഇടാൻ പറ്റിയ പെരിന്തൽമണ്ണയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ കുട്ടിയോട് നിർദ്ദേശിക്കുക. ആ മാഷന്മാർ അവനെ എടുത്ത് നേരെ ഓടുക പെരിന്തൽമണ്ണയിൽ. അവിടെ കൊണ്ടു ചെന്നിട്ട് 50,000-60,000 രൂപ മുടക്കിയിട്ടാണ് ഈ ചുണ്ട് സ്റ്റിച്ച് ചെയ്തത്. അത് മനസ്സിലാവാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തത്. ഈ ചെറുക്കന്റെ ഒറ്റ കുത്ത. ആ ചെറുക്കനെ മാഷന്മാര് ഓഫീസിൽ പിടിച്ചു വെച്ചു, തടഞ്ഞു വെച്ചു. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, അവൻ കൂളായിട്ട് നിൽക്കാണ്. എന്തിനാ കുത്തിയത്? ഇനിയും കുത്തും. വളരെ കൂളായിട്ട് നിൽക്കാണ്. അവസാനം അവനെ കൊണ്ടുപോയി മാഷന്മാര് പറഞ്ഞു, നിങ്ങൾ ഇവനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ആ ചെറുക്കനെ കൊണ്ടുവരുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ 14 വയസ്സുള്ള 9ാം ക്ലാസ്സുകാരനെ ഡോക്ടറെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇവന്റെ മൂത്രവും ബ്ലഡും ഒക്കെ ഒന്ന് പരിശോധിച്ച് വെക്കാൻ പറഞ്ഞു. ഡോക്ടർ പറയാ. അങ്ങനെ ആ ചെറുക്കന്റെ മൂത്രവും ബ്ലഡും ഒക്കെ അവിടെ ഹോസ്പിറ്റലിൽ പരിശോധിക്കാൻ കൊടുത്തപ്പോ ആ മൂത്രത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് ആ ചെറുക്കൻ കാലങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. 14 വയസ്സാണ്. ഈ സാധനം തലക്ക് പിടിച്ചിട്ടാ ഇവന് സ്കൂളിൽ നടക്കുന്നത്. ഈ സ്കൂളിലേക്കാ നമ്മൾ നമ്മളെ പെൺകുട്ടികളെ പറഞ്ഞേക്കണത്. ഈ സ്കൂളിലേക്കാ നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞേക്കണത്. ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ലോകമായി മാറിയിരിക്കും. അപ്പോഴും നമ്മൾ പറയാണ് പുരോഗമനമുണ്ട് എന്ന് പറയാണ്. എന്ത് പുരോഗമന ലോകത്തുള്ളത്? മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ ആരോഗ്യവും നശിപ്പിക്കുന്ന എന്ത് പ്രവർത്തിക്കാൻ നമ്മൾ പുരോഗമനം എന്ന് പറയും? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ പോവുക. ഇനിയോ ഞാൻ എന്തിനാ അതൊക്കെ നിങ്ങളോട് പറയണതറിയോ? എന്തിനാ അത് ഞാൻ സ്ത്രീകളോട് പറയണതറിയോ? നമ്മളൊക്കെ വിചാരിക്കുന്നത് കുട്ടി പഠിക്കേണ്ടതാ. ഇവിടുന്ന് നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ ആൺകുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെ കോളേജിലും സ്കൂളിലും വേണ്ടത്ര കുട്ടികളില്ലാതെ കോഴ്സ് കൂട്ടിക്കൊടുക്കുക. നമ്മുടെ ഫറൂഖ് കോളേജിൽ, EMEA കോളേജ്, MES കോളേജ്, ഇവിടെ ഒന്നും കുട്ടികളില്ല. ഒരു കുട്ടിക്കും ഡിഗ്രി പഠിക്കണ്ട, ഒരു കുട്ടിക്കും നാട്ടു പഠിക്കണ്ട. +2 കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് ഇവിടുന്ന് പോണം, കഴിയുമെങ്കിൽ ഈ നാടും തന്നെ പോണം, യൂറോപ്പിക്ക്. കുട്ടി പറയാണ്, വാപ്പ പറയും യൂറോപ്പിക്ക് ഒന്നും വിടാൻ പറ്റൂല, എന്നാ പിന്നെ ഞാൻ കേരളത്തിൽ പഠിക്കൂല. ബാംഗ്ലൂര്, മംഗലാപുരം നമ്മുടെ മക്കൾ പോവുക. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നല്ല മക്കനെ ഇട്ട ദീനിയായ കുട്ടി ഒരു പാന്റും ഒരു ടീഷർട്ടും ഇട്ട് തിരിച്ചു വരും. ദീനുമില്ല, ദുനിയാവുമില്ല, എല്ലാം നഷ്ടപ്പെടുത്തി കുട്ടി തിരിച്ചു വരും. എന്നിട്ട് എന്താ കിട്ടിയത്? ഇവിടെ കിട്ടിയത് ആൺകുട്ടിയോ? നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങളെ കുട്ടീനോട് +2 കഴിഞ്ഞിട്ട് പോണം, എങ്ങോട്ടാ പോണ്ടി ആവുന്ന അറിയില്ല, പോണം, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇന്ത്യ ശരിയല്ല, എങ്ങോട്ടെങ്കിലും പോയിട്ട് പഠിക്കണം എന്നാ. എന്നിട്ട് ലോൺ എടുക്കുക ബാങ്കിൽ നിന്ന് 8 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം. ആ കുട്ടിയെ കൊണ്ട് പോവുക. ഒരു പണക്കാരനായ മനുഷ്യൻ
നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല കൂട്ടരെ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഉദ്ദേശങ്ങളിൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കുക എന്നത് നമ്മുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് മാത്രം. അത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെന്താ? ആ കുട്ടി നാളെ നമുക്ക് ഉപകാരപ്പെടണം. പോരാ, നാട്ടുകാർക്ക് ഉപകാരപ്പെടണം. പോരാ, നാടിന് ഉപകാരപ്പെടണം. ഇതൊന്നും പെട്ടില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ആ കുട്ടീനെ പൊറ്റി? ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ കുട്ടി? ഒന്നുകിൽ നമുക്ക്, അല്ലെങ്കിൽ നാട്ടുകാർക്ക്, അതല്ലെങ്കിൽ നാടിന്. ആർക്കാ നമ്മുടെ മക്കൾ ഉപകാരപ്പെടുക? ഒരു റൂമിനകത്ത് രാത്രി മുഴുവൻ തന്റെ മൊബൈൽ ഫോണിന്റെ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട് ഉറക്കമളച്ചിരിക്കുന്ന കുട്ടി. പകൽ കാണാത്ത കുട്ടികളുണ്ട്. എത്രയോ കുട്ടികൾ പകല് കാണുന്നില്ല, രാത്രിയാണ്. നൈറ്റ് ലൈഫ്. കോഴിക്കോട് ബീച്ച് നേരം പുലരുവോളുണ്ട്. കോഴിക്കോട് ബീച്ച് നിങ്ങൾ പോയി നോക്കിയാൽ രാത്രി 2:30-ക്കും 3:30-ക്കും 4:00-ക്കും 5:00-ക്കും ഒക്കെ ബീച്ചുണ്ട്. മക്കൾ അവിടെയാണ്. നേരം പുലരുന്ന് ആ കുട്ടി തിരിച്ചു പോവാണ്. രാവിലെ മുഴുവൻ കിടന്നുറങ്ങുക. പകല് കാണാത്ത കുട്ടി, സൂര്യനെ കാണാത്ത കുട്ടി. നമ്മുടെ മക്കളെ അവസ്ഥ ഇത്. എണീക്കപ്പോഴാ ഉച്ചക്കെ കഴിഞ്ഞ് 2-2:30 ആകുമ്പോൾ എണീറ്റ് അല്ലെ ഓൻ വന്ന് വീട്ടിൽ വല്ല ഉണ്ടെങ്കിൽ തിന്ന് പിന്നെയും പോയിട്ട് ക്ഷീണം മാറ്റി കിടന്നുറങ്ങി. ഒരു രാത്രി സജീവ. മൊബൈൽ ഫോണിന്റെ കമ്പനികൾ സിം റീചാർജ് ചെയ്യുമ്പോൾ പറയുന്ന പറച്ചിലെന്താ? രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഇന്റർനെറ്റ് ഫ്രീയാ, ഒരു പൈസ ഇല്ല. അപ്പൊ റീചാർജ് ചെയ്താലുള്ള ഗുണം എന്താ? രാത്രി 12 മുതൽ 6 വരെ ഫ്രീയാ. കുട്ടി എപ്പോഴാ ഉറങ്ങുക? എപ്പോഴാ ഉറങ്ങുക? അപ്പൊ ഈ മക്കൾ ഇങ്ങനെ ഇതിന്റെ അടുത്ത് അഭിരമിച്ചിരിക്കുക. എന്നിട്ട് ഒരു ഫോണും കയ്യിൽ കൊടുത്ത് കുട്ടീനെ പഠിപ്പിക്കാൻ വിടുക. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, നല്ല പണക്കാരനാണ്. അയാൾക്ക് ബിസിനസ്സുകളുണ്ട്. അയാൾക്ക് 3 ആൺകുട്ടികളാണ്. അയാൾ പടച്ചവരോട് ഇങ്ങനെ ശുക്ർ ചെയ്തു, അല്ലാ 3 ആൺകുട്ടികളെ തന്നത് നന്നായി. കാരണം എന്താ? ഇയാളെ ബിസിനസ് കൊണ്ടെടുക്കാൻ ഇയാൾക്ക് കഴിയില്ല. അപ്പൊ ഈ ആൺകുട്ടികളെ കൊണ്ട് വലുതായി കഴിഞ്ഞാൽ ബിസിനസ് ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ ഏൽപ്പിക്കുക. മൂത്ത മകൻ മിടുമിടുക്കൻ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. അവൻ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഞാൻ വേറൊന്നും പഠിക്കില്ല, ഞാൻ കൊമേഴ്സ് പഠിച്ചോളാം. ബാപ്പ പറഞ്ഞു അതാ നല്ലേ, എന്നാ ബിസിനസ്സിലൊക്കെ ഇറങ്ങാൻ സുഖ. ആ ചെറുക്കൻ നാട്ടില് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊമേഴ്സിൽ ഡിഗ്രി തന്നെ ധാരാളാ. ഒരു കൊമേഴ്സ് നന്നായി പഠിച്ച ഡിഗ്രി തന്നെ ധാരാളാ. ആ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് അവൻ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ നീ എന്ത് ചെയ്യണം? ബാപ്പ ഇങ്ങനെ ആലോചിച്ചു, ചെക്കനാകെ 10-21 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴേ ഈ ബിസിനസിന്റെ ഭാരമാണ് തലയ്ക്ക് എടുക്കണ്ട, കുറച്ചുകൂടെ കിടക്കോട്ടെ. ബാപ്പ അവരോട് പറഞ്ഞു, മോനെ നീ എവിടെങ്കിലും പോയിട്ട്, പൈസ ഉണ്ട്, ഓടി കാറും കൊണ്ട് നടക്കണം ബാപ്പ, കയ്യിൽ പണം ഉണ്ട്, നീ എവിടെങ്കിലും ചെന്നിട്ട് ഒന്ന് പഠിക്കും. അപ്പൊ ഈ ചെറുക്കൻ ചോദിച്ചു എവിടെ ഇപ്പൊ പോവാ? ബാപ്പ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് UK പോവാം, പൈസ അങ്ങനെ UK പോകണം എന്ന് ഒരാഗ്രഹം ഇല്ലാത്ത ഈ ചെറുക്കനെ ബാപ്പ പറയണം, UK പോയിട്ട് നീ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, എന്നാ പിന്നെ നമുക്ക് ബിസിനസ്സിലൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഈ ചെറുക്കനെ നന്നായിട്ട് നേരത്തിന് നിസ്കരിച്ച് നോമ്പ് വെച്ച് ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടെ ഇങ്ങനെ നിന്ന്, മൂത്ത മോനാ, ഉമ്മാന്റെ കോന്തലിയും പിടിച്ചോ അങ്ങനെ നടക്കും, അടുക്കളയിലൊക്കെ ഉണ്ടാവും. ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ കരഞ്ഞ ഓൻ ആകെ ടെൻഷനാവും, ഉമ്മ ചിരിച്ച ഓൻ സന്തോഷിക്കും. 21 വയസ്സുള്ള ഒരു ചെക്കനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ല മോനെ, എല്ലാ സൗകര്യം വീട്ടിലുണ്ട്, ചെക്കൻ നല്ല കുട്ടിയായിട്ട് വളരുക. ഈ ബാപ്പ പറയാ നീ പോയിട്ട് UK ചെന്നിട്ട് ബിസിനസിന്റെ ഒരു കോഴ്സ് പഠിക്കും. ആ ചെറുക്കനെ ബാപ്പ UK പറഞ്ഞേക്കുക. നോക്കണം, UK ചെന്നിട്ട് അവനൊരു 1 കൊല്ലത്തെ കോഴ്സ്, UK അങ്ങനെ കോഴ്സ് ഉണ്ട്, PG 1 കൊല്ലം UK 1 കൊല്ലത്തെ കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒരു ബിസിനസ്സിൽ അവൻ ചെയ്യാൻ വേണ്ടി UK പോവുക. ബാപ്പന്റെ നോട്ടമില്ല, ഉമ്മാക്ക് നോക്കാൻ കഴിയില്ല, ഒരു കുടുംബക്കാരും ഇല്ല, ആരും കാണാത്ത ഒരിടം. ഈ ചെറുക്കനോട് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞ് ഓന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു ഇങ്ങോട്ട് പോരും. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു, ബാപ്പ 1 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഞാൻ പഠിച്ചില്ലേ, ഇനി ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യട്ടെ, ഇവിടെ ഞാൻ കുറച്ചു കാലം ഒന്ന് വർക്ക് ചെയ്യട്ടെ. ബാപ്പ വിചാരിച്ച് പാവം 22ാമത്തെ വയസ്സിൽ ഇവന്റെ തലയ്ക്ക് ബിസിനസ് വെക്കണ്ട, അതുകൊണ്ട് ഇവൻ കുറച്ച് ദിവസം ഒന്ന് വർക്ക് ചെയ്തോട്ടെ. അങ്ങനെ ബാപ്പ അവനോട് പറഞ്ഞു ശരി എന്നാ മോൻ വർക്ക് ചെയ്തോ. അവൻ ഏതോ ഒരു കമ്പനിയിൽ അവിടെ കയറി. ആ ചെക്കൻ 1 കൊല്ലം കഴിഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു വാ. അവൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരില്ല, ഇപ്പൊ 1 കൊല്ലം കൂടി വർക്ക് ചെയ്യട്ടെ, അപ്പൊ എക്സ്പീരിയൻസ് ആവും. ബാപ്പ വിചാരിച്ചു ശരി 23ാമത്തെ വയസ്സല്ലായിട്ടുള്ളൂ, മോനപ്പം തന്നെ ബുദ്ധിമുട്ടാക്കണ്ട. 2 കൊല്ലം 1 കൊല്ലം ഒരു കോഴ്സ് പഠിച്ച് 2 കൊല്ലം അവന് ഈ കോഴ്സിന്റെ ഇതൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് 3 കൊല്ലം കഴിഞ്ഞ് 24ാമത്തെ വയസ്സിൽ നാട്ടിൽ ബ്രിട്ടനിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് അവൻ ബാപ്പ ഉമ്മ ഇങ്ങനെ വിചാരിക്കും, ഈ ചെക്കൻ എന്തോ മാറ്റുണ്ടല്ലോ പഠിച്ചോനെ, എന്റെ കുട്ടി ആകെ മാറിപ്പോയിണല്ലോ. ഞാൻ എന്റെ കണ്ണ് നിറയുമ്പോ ഉള്ളു പിടച്ചിരുന്ന കുട്ടിക്ക് ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ട് പോലും ആ ചെറുക്കനൊരു എഫക്റ്റും ഇല്ലല്ലോ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഉമ്മ ആകെ ബേജാറാവാണ്. അവസാനം ബാപ്പ 24ാമത്തെ വയസ്സിൽ അവന്റെ പേരിലേക്ക് ബാങ്കിന്റെ അക്കൗണ്ടും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമ്പോ ഇവൻ പറഞ്ഞു ബാപ്പ എന്റെ പേരിലേക്ക് ആക്കണ്ട, ഞാന് വേറെ ജോലി നോക്കണ്ട്.
കണ്ടോ, വേറെ ജോലി നോക്കണ്ടേ. അങ്ങനെ ഈ ചെറുക്കൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാപ്പ പറയും, എന്നാ പിന്നെ കാര്യം ചെയ്യാം, 24 വയസ്സായി, ഉമ്മാന്റെ അടുത്ത് ആരുമില്ല, നമുക്കൊരു കല്യാണം നോക്കാം. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു, കല്യാണം എന്ന് ഞാനൊരു അഡ്രസ്സ് തരാം, നിങ്ങളൊന്ന് അന്വേഷിക്കും. ബാപ്പ പറഞ്ഞു, എന്നാ പിന്നെ എന്റെ വാട്സപ്പിലേക്ക് ഈ ഒന്ന് അയച്ചാൽ മതി, ആ ഏതാ പെണ്ണ്, ആ പെണ്ണിന്റെ ബാപ്പാന്റെ നമ്പർ ഒന്ന് അയച്ചാൽ മതി. ബാപ്പ നമ്പർ അയച്ചു കൊടുത്തു. ബാപ്പ വിളിച്ചപ്പോ കോട്ടയത്തോ കാഞ്ഞിരപ്പള്ളിയോ എവിടെ ഉള്ള ഒരു മനുഷ്യന്റെ ഫോണിലേക്കാണ് ഫോൺ പോയത്. ആ പെൺകുട്ടി ഒരു ഹൈന്ദവ പെൺകുട്ടിയാണ്. അവൻ ഈ പെൺകുട്ടിന്റെ കൂടെയാണ് ബ്രിട്ടനിൽ അവൻ 2 കൊല്ലം ജീവിച്ചത്. ഓരെല്ലാം കഴിഞ്ഞതാ. ആ കുട്ടി ഇവനെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി ഇപ്പൊ ജോലി ചെയ്യുന്നത് കാനഡയിലാണ്. ഈ ചെറുക്കൻ പറയാണ് ബാപ്പാനോട്, ഞാൻ കാനഡയ്ക്ക് പോവാണ്, നിങ്ങൾ കല്യാണം കഴിച്ചത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തിനാ കൂട്ടരെ ഈ കുട്ടികളെ എങ്ങനെ നാശാക്കുന്നത്. ഞാനത് അങ്ങോട്ട് പറഞ്ഞത്, പഠിപ്പിക്കുക എന്നത് ഒരു ഉദ്ദേശമാണ്, പല ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ കുട്ടി, നിങ്ങളെ മോള്, നിങ്ങളെ മോനും മോളും ദീനിയായ അറ്റ്മോസ്ഫിയർ ഉണ്ടോ, തെറ്റിപ്പോയില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, നിങ്ങൾ വിട്ടോ പ്രശ്നമില്ല. പക്ഷേ ഇനി പെൺകുട്ടിന്റെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോവാ കുട്ടി, കോഴിക്കോട് നിന്നാ ബസ് കയറുക, ബസ്സിലാ പോവുക ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ പോകുമ്പോൾ പാവപ്പെട്ട ബാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിക്കാൻ മനുഷ്യൻ, രാവും പകലും ഓട്ടോ ഓടിക്കുക. കോഴിക്കോട് അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കാണ്, CC ഉള്ള ഓട്ടോ ഉണ്ടോ, കോഴിക്കോട് കാലിക്കറ്റ് സിറ്റിന്റെ ഓട്ടോ. ആ ഓട്ടോ ഇയാൾ രാവും പകലും ഓടിക്കുക. 1000, 2000, 3000 ഒക്കെ ഇയാൾ ദിവസം ഉണ്ടാക്കുക. മക്കളെ പഠിപ്പിക്കണം. മൂത്ത മോക്ക് നിർബന്ധം, അവക്ക് നഴ്സിംഗിന് പഠിക്കണം, ഡോക്ടർ ആവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ അവൾ എൻട്രൻസ് എഴുതിയിട്ട് അവൾക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല. അപ്പൊ ബാപ്പാനോട് അവൾ പറഞ്ഞു, ബാപ്പ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണം. ബാപ്പ പറഞ്ഞു, മോള് പറഞ്ഞോ, അപ്പൊ എന്റെ കയ്യിനൊക്കെ ഇപ്പൊ ചെയ്തുതരാം. അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് 2-3 ലക്ഷം ഉറുപ്പ്യ കൊണ്ടുപോയി തൊലച്ച് അത് കഴിയില്ല എന്ന് കണ്ടപ്പോ ഈ ബാപ്പനോട് കുട്ടി പറയാം, ബാപ്പ എനിക്ക് നഴ്സിംഗ് മതി. ബാപ്പ പറഞ്ഞു, മോളെ നഴ്സിംഗ് എവിടെയാ പഠിക്കുക, എന്നാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ നോക്കാം. കുട്ടി പറഞ്ഞു, ഇവിടെ ഒന്ന് പഠിച്ചാൽ ശരിയാവില്ല, എനിക്ക് ബാംഗ്ലൂരിൽ പോകണം. ബാപ്പ കുട്ടീനെ ബാംഗ്ലൂർക്ക് ചേർത്തന്നെ. ബാംഗ്ലൂരിൽ അവൾ നഴ്സിംഗിന് പഠിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയൂ, ആ കുട്ടി, ബാപ്പക്കൊന്നും അറിയില്ല, രാവിലെ ഓട്ടോ ആയിട്ട് ഇറങ്ങും. ആ കുട്ടി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുക ബസ്സിലാണ്, സ്ലീപ്പർ ബസ്സിലാണ്. സ്ലീപ്പർ ബസ്സിൽ 2 സീറ്റ്, 2 ആൾക്ക് കിടക്കാനുള്ള സ്ലീപ്പർ ഉണ്ടാവും, ഒരാൾക്ക് കിടക്കാനുള്ള സ്ലീപ്പർ ഉണ്ടാവും. പോയ ആൾക്കാർക്ക് അറിയാം. 2ഉം 1ഉം ഉണ്ടാവുക. കിടക്കാൻ കട്ടിലിങ്ങനെ അടിയിൽ 2 എണ്ണം, അതിന്റെ മേലെ 2 എണ്ണം, ഇപ്പുറത്തെ സൈഡിൽ 1ഉം 1ഉം ഇങ്ങനെ ഉണ്ടാവുക. 3 കട്ടിലുണ്ടാവുക അല്ലേ. ഈ കുട്ടി സീറ്റ് ബുക്ക് ചെയ്തിട്ട് ബാപ്പ കുട്ടിയെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി ടാറ്റ കൊടുത്ത്, മോളെ ശ്രദ്ധിച്ചു പോകട്ടോ എന്നൊക്കെ പറഞ്ഞു പോകും. അതേ ബസ്സിൽ അവൾ പ്രേമിക്കുന്ന ബാംഗ്ലൂരിലെ ചെക്കനും ഉണ്ടാവും. ഇവര് 2ആളും ഒരൊറ്റ കട്ടിലിൽ കിടന്നാ പോണത്. അവർക്കത് ബെഡ്റൂമാണ്. ഒരുത്തനും വന്ന് തുറന്നു നോക്കൂല, ഒരു റെയ്ഡും വരൂല. ഇങ്ങനെ ഈ കുട്ടി പോവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കോഴ്സ് കഴിയാൻ നേരത്ത് ബാപ്പ കല്യാണം നോക്കുമ്പോൾ ആ കുട്ടി പറയണത്, എനിക്കിപ്പം വേണ്ട, അപ്പം വേണ്ട. അങ്ങനെ അവസാനം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ തെറ്റി. ഒരുപാട് തവണ ബസ്സിൽ ഒരുമിച്ച് കിടന്ന് യാത്ര ചെയ്ത് ഒരേ കട്ടിലിൽ കിടന്ന് എല്ലാത്തരം ബന്ധങ്ങളും കഴിഞ്ഞ ഈ പെൺകുട്ടിക്കും ചെക്കനും തമ്മിൽ തെറ്റാൻ കാരണം എന്താ? ഈ ചെക്കൻ ഈ പെൺകുട്ടിയെ വിശ്വാസമില്ല. ഈ പെൺകുട്ടി വേറെ ഏതോ ഒരു ചെറുക്കന്റെ കൂടെ ഓണാഘോഷ പരിപാടിക്ക് ഫോട്ടോ എടുത്തത് കണ്ട് ആ ഫോട്ടോയിൽ തെറ്റിദ്ധരിച്ച് ഈ ചെറുക്കൻ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമായില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രത്യേകത അതാ, എന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ തൊട്ട് കളിക്കരുത്, അപ്പൊ പ്രശ്നം. അങ്ങനെ ഈ കുട്ടിയും ഇവനും തമ്മിൽ തെറ്റിയപ്പോ ഈ ചെറുക്കന് വാശി കൂടിയപ്പോ ആ ചെറുക്കൻ നേരെ കോഴിക്കോട് വന്ന് ബാപ്പാനെ കണ്ടുപിടിച്ചിട്ട് തന്റെ മൊബൈൽ ഫോണിനകത്ത് ചിത്രങ്ങൾ ഉൾപ്പെടെ ബാപ്പാക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മോളും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നു, ഇതാ കണ്ടോളി, ഞങ്ങൾ ഒരുമിച്ച് പോണതും കിടക്കണതും നിൽക്കണതും ടൂറ് പോയതും ബാംഗ്ലൂരിൽ കറങ്ങണതും ഇതാ കണ്ടോളി. ബാപ്പ ഞെട്ടിത്തെറിച്ചപ്പോ പറഞ്ഞു, പിന്നെ ഇപ്പം ഓളാള് ഞാനല്ല, ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറയരുത്, ഞാനും ഓളും തമ്മിലുള്ള ബന്ധമൊക്കെ വിട്ടാണ്. ബാപ്പ വെച്ചു, ആരുമായിട്ട് ബന്ധം, വേറെ ഏതൊരു ചെക്കനായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് നിന്നെ കുറ്റം പറയരുത്, അസ്സലാമു അലൈക്കും, ഞാൻ പോവാണ്. വീട്ടിലെത്തിയപ്പോഴേക്കാ ബാപ്പാന്റെ നെഞ്ചിന്റെ അകത്ത് വേദന ഉണ്ട്, നെഞ്ച് പിടിച്ചിട്ടാ വരുന്നത്. എന്താ മോളെ നീ കേൾക്കണത്? ആ പെൺകുട്ടി എല്ലാം സമ്മതിച്ചു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോ ആ കുട്ടി പറയാണ്, അവൻ എന്നെ എല്ലാ തരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്നിട്ടോ? വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അവൻ എന്നെ ഒഴിവാക്കി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ച ചോദ്യമുണ്ട്, മോളെ നിന്നെ ഒരിക്കലും അവൻ കല്യാണം കഴിക്കൂല. എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം, പ്രേമിച്ച് കൂടെ നടന്ന് വൃത്തികേടുകൾ കാണിച്ച് തന്റെ ശരീരം അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വിചാരിക്കരുത് ഈ ചെക്കനെ കെട്ടുന്ന. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ ഈ ചെറുക്കൻ നിന്നെ കല്യാണം കഴിക്കില്ല. അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, നീ ചതിക്കുന്നത് നിന്റെ ബാപ്പനെയാണ്,
നീ ബാപ്പാനെ ചതിക്കുന്നു എന്ന് ഈ ചെക്കനറിയാം. കാരണം അവൻ ബാപ്പ കൊണ്ടുചെന്ന് പൈസ മുടക്കി ബാപ്പ ബുക്ക് ചെയ്ത് കൊണ്ടുചെന്നാക്കി ടാറ്റ കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് ബാപ്പ തിരിഞ്ഞു നടക്കുമ്പോ ബാപ്പാക്കൊരു വിശ്വാസമുണ്ട്, എന്റെ കുട്ടി തെറ്റൂല. ആ വിശ്വാസമുള്ള ബാപ്പ പറഞ്ഞത്. ആ ബാപ്പാനെയാണ് ഈ കുട്ടി പറ്റിക്കണത്, ആ ഉമ്മാനെയാണ് ഈ കുട്ടി ചതിക്കുന്നത്. ഉമ്മാനെ ചതിക്കുന്ന ബാപ്പാനെ പറ്റിക്കുന്ന പെൺകുട്ടിയെ ഏത് ചെക്കൻ ആ കുട്ടിയെ വിശ്വസിക്കുക? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിന്നെ എങ്ങനെ വിശ്വസിക്കും ഈ ചെക്കൻ? നീ 1-ാം നമ്പർ ചതി, 1-ാം നമ്പർ വഞ്ചകിയാണ്, നിന്നെ എങ്ങനെ വിശ്വസിക്കും അവൻ? അപ്പോൾ ആ കുട്ടി മേലോട്ട് നോക്കണ്, കണ്ണീരൊഴുക്കിയിട്ട് കുട്ടി പറയണേ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാർഗമുണ്ട്, ദീനിലേക്ക് നീ തിരിച്ചു വന്ന മാർഗമുണ്ട്, എല്ലാം അള്ള പൊറുക്കും. പക്ഷെ നീ തൗബ ചെയ്യണം, ഇനി തെറ്റിക്ക് പോകരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ, എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളൊക്കെ ചിന്തിക്കേണ്ടത് കുട്ടി പഠിക്കട്ടെ എന്നാണ് അല്ലേ? ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഒരു കോളേജിൽ, ഒരു സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചാൽ, വേണ്ടാത്ത രീതിയിൽ നിന്നാൽ, ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ ചോദ്യം ചെയ്യുമായിരുന്നു. എന്താ അവിടെ നിൽക്കണം? ആരാങ്ങള്? എന്താ അവിടെ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചു വിവരറിയും കണ്ടോ? ഉടൻ പോലീസ് നിങ്ങളെ പിടിക്കും. എന്തിനാ? നിങ്ങൾ മോറൽ പോലീസിങ്, സദാചാര പോലീസ്. നിങ്ങളെ വിളിക്കുന്ന പേരേതാ? മുണ്ടരുത്. 2 കുട്ടിയൊക്കെ ഒരുമിച്ച് നടന്നാൽ എന്താ? ആണും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ? കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഒക്കെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണ എന്തിനാ? നിങ്ങള് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ, ചെറിയ രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും, ആൾക്കാരോട് സംസാരവും കുട്ടികളോട് സംസാരവും ഒക്കെ ഉള്ളത് കൊണ്ട് എന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, ജുമാക്ക് പോകുന്നു, വയല് കേൾക്കുന്നു, ഇങ്ങനെ പോയി നമ്മൾ വിചാരിക്കും ഇതാ ലോകം. ഇതിനപ്പുറത്ത് വല്ലാത്തൊരു ലോകമുണ്ട്. കുട്ടികൾ അപകടകരമായ രീതിയിൽ വളരുന്നുണ്ട്. അതിന്റെ ചില കാഴ്ചകൾ നമ്മൾ പുറത്തിങ്ങനെ വന്നുകൊടുക്കണേ, ചില കാഴ്ചകൾ മാത്രം, ചിലത് മാത്രം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വലിയൊരു ചിന്ത ഉമ്മമാര് ചിന്തിക്കണം, സ്ത്രീകൾ ചിന്തിക്കണം. എന്താണ് മാറിയത്? കാലം മാറി, പക്ഷെ എന്താ മാറിയത്? ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. നമ്മുടെ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ബാപ്പ രാവിലെ മുതൽ അടുപ്പിന്റെ അടുത്ത ജോലി, രാവിലെ മുതൽ ബാപ്പ അടുപ്പത്തേക്ക് കയറുക, 4 മണിക്ക് ഹോട്ടലിലെത്തണം, മാവ് കുഴച്ചു വെക്കണം, കാര്യങ്ങൾ ഒരുക്കി വെക്കണം. ഹോട്ടലിലെ പണി അങ്ങനെ. സുബൈക്ക് ബാങ്ക് കൊടുത്താൽ ബാപ്പ നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നിട്ട് പിന്നെ ചുടാൻ തുടങ്ങുക. നിങ്ങൾക്ക് അറിയാലോ ഹോട്ടലിലെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാലോ, ഹോട്ടലിൽ ബാപ്പ ചുടാൻ തുടങ്ങുക. ഈ ചുടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി 11 മണി വരെ പണിയാ. അടുക്കളയിലെ ഒരു പണ്ടാരിന്റെ പണി ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, ഈ പ്രദേശത്തുകാർ, ഈ പരപ്പരങ്ങാടി പ്രദേശത്തുകാരൊക്കെ പണ്ടാരിപ്പണിക്ക് വളരെ പേര് കേട്ട ആളുകളാണ്. ഇഷ്ടംപോലെ പണ്ടാരിമാർ, നല്ല വെപ്പുകാര് ഈ പരപ്പരങ്ങാടി പ്രദേശത്തുണ്ട്, അറിയപ്പെടുന്ന ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് ഈ ബാപ്പ 11 മണി വരെ ഹോട്ടലിൽ പണിയെടുക്കുക. 11 മണിയാകുമ്പോഴേക്ക് കറിയും ചോറും സാധനവും ഒക്കെ റെഡിയാവും. വിളമ്പണ്ട പണി പിന്നെ മൂപ്പർക്കില്ല. 11-11:30 മണിയാകുമ്പോൾ മൂപ്പര് ഹോട്ടലിൽ നിന്ന് ഇറങ്ങും, വീട്ടിൽ ചെല്ലും, ഇത്തിരി നേരം വിശ്രമിക്കും. വൈകുന്നേരമാകുമ്പോഴേക്ക് വീണ്ടും ഹോട്ടലിലേക്ക് പോകണം. കാരണം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം വീണ്ടും പാകം ചെയ്യണം, ഉണ്ടാക്കണം. ഹോട്ടലിൽ രാവിലെ ഉണ്ടാക്കിച്ച ഭക്ഷണം വൈകുന്നേരം കൊടുത്താൽ ഹോട്ടൽ കൂട്ടും. ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ബാപ്പ, അടുപ്പിലെ ചൂടും കൊണ്ട് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ബാപ്പ, ഈ ചങ്ങാതിക്ക് കുറച്ച് കാലങ്ങൾ ഗൾഫിൽ പോയതാ. ഗൾഫിൽ ഇയാൾക്ക് തന്നെ പണി. കുവൈത്തിൽ അയാൾ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഖത്തറിൽ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നാട്ടിൽ ഒരു 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീട് അയാൾ ഉണ്ടാക്കി. അയാൾക്ക് 2 മക്കളാണ്. ഇയാൾക്ക് 2 മക്കളാണ്, ഭാര്യയും ഇയാളും 2 മക്കളും. മക്കള് 2 ഉള്ളൂ. കാരണം അയാൾ ഗൾഫിലായിരുന്നു, മക്കളെ ഉണ്ടാവാനൊന്നുള്ള സാഹചര്യം ഉണ്ടായില്ല. മൂത്ത മകൻ +2 കഴിഞ്ഞിരിക്കുന്നു. അവൻ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ നീ +2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് ഒന്ന് എഴുതി വെക്കണമെന്നുണ്ട്, ഇന്നൊരു കോച്ചിങ്ങിന് വിടുമോ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ, ആ ചെക്കനെ ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ടുചെന്ന് ഹോസ്റ്റലിലാക്കി. എന്നെ മോൻ പഠിച്ചു, ഈ എങ്ങനെ കഴിച്ചിലാവും? ഏതൊരു ബാപ്പയും ചിന്തിക്കുന്ന ചിന്തയാണ്. നമുക്കോ ഒന്നുമില്ല, ബാപ്പ കഷ്ടപ്പെട്ടാണ്, വെയില് കൊണ്ടാണ്, കടലിൽ പോവാണ്. 10 ലിറ്റർ വെള്ളം ഒരു കടലിൽ പോണ ഒരു മനുഷ്യൻ 10 ലിറ്ററിന്റെ ക്യാനിൽ വെള്ളം കൊണ്ടുപോവുക. എന്നിട്ടാണ് അവൻ ബോട്ടിൽ പോണേ, ഇതിൽ പോണത്, തോണി പോണത്. ഈ 10 ലിറ്റർ വെള്ളവുമായി സുബൈ നിസ്കരിച്ച് അതിന്റെ മുമ്പ് ഇറങ്ങണ ഈ മനുഷ്യൻ കടലിൽ ഒരു ഇലയുടെ തണൽ പോലും ഇല്ലാതെ വെയിൽ കൊള്ളുക.
വെയിൽ കൊള്ളുകയാണ്. നിങ്ങൾക്കറിയാലോ, കടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വെയിലങ്ങോട്ട് നിന്ന് കൊള്ളുക. 10 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഒരു 100 മില്ലി പോലും മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ല. കാരണം എന്താ? മനുഷ്യൻ ഇങ്ങനെ മാന്തി മത്തി വെയിലത്തിട്ടിട്ട് ഉണങ്ങണ മാതിരി ഉണങ്ങുക. ഈ ബോട്ടിൽ നിന്ന് ഉണങ്ങാണ് ഒരു മനുഷ്യൻ. ഉണങ്ങിപ്പോവാത്തത് എന്തുകൊണ്ടാ അറിയോ? ഈ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടാ. എന്നിട്ട് ഓനിങ്ങനെ ഈ വെയിലും കൊണ്ട് മീനും പിടിച്ച് തിരിച്ചു വരിക അല്ലേ? ആ ബാപ്പ എന്താ ചിന്തിക്കാന്നറിയോ? എന്റെ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടരുത്, ഞാൻ നിന്ന് വെയിൽ കൊണ്ട് വാടിപ്പോകുന്ന പോലെ എന്റെ മോന് കഴിയൂല, എന്റെ മോക്ക് പറ്റൂല, അതുകൊണ്ട് അവരെങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെലവാക്കിയും മുടക്കിയും മക്കൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതറ്റം വരെ പോവാൻ തയ്യാറാകുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയണം. ആ കുട്ടി, ഈ ചെറുക്കനെ ഇവർ പൈസ കൊടുത്തിട്ട് നേരെ കൊണ്ടുപോവുക എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക്. ആൺകുട്ടിയാ, ഓൻ നന്നായിട്ട് പഠിക്കും, ഉഷാറാ. പാപ്പ പറഞ്ഞു, മോനോട് പറഞ്ഞു, നല്ല നോക്കും മോനെ, എങ്ങനെയെങ്കിലും ഒരു MBBS കിട്ടിയ പാപ്പനെ കൊണ്ടാവണ വരി പഠിപ്പിക്കുക. ഈ മനുഷ്യൻ ചെറിയൊരു വീടെടുത്തത്. ആ വീട്ടില് താഴത്ത് 2 റൂം, കോണി കേറിയ മേലെ 2 റൂം. താഴത്തെ റൂമില് ഒരു റൂമിൽ ബാത്റൂം ഉണ്ട്, ഒരു റൂമിൽ ബാത്റൂം ഇല്ല. മേലത്തെ റൂമിൽ 2 റൂം, ഒറ്റ ബാത്റൂം, കോമൺ ബാത്റൂം. ഇതാണ് ആ ചെറിയ വീട്. വലിയ വീടൊന്നുമല്ല, ചെറിയ വീട്, ചെറിയ റൂം കണ്ടോ. ആ ബാപ്പ മോനെ പറഞ്ഞു, ഇപ്പൊ ആ വീട്ടിൽ ആരാ ഉള്ളത്? ബാപ്പുണ്ട്, ഉമ്മണ്ട്. ചെക്കൻ പോയി. 15 വയസ്സ് പ്രായമുള്ള മോള്, SLCക്ക് പഠിക്കുന്ന പെൺകുട്ടിയുള്ളത്. 3 ആളല്ലേ? ഒരാളും കൂടി ആ വീട്ടിലുണ്ട്, ഈ ബാപ്പന്റെ ബാപ്പ. ഉമ്മ മരിച്ചു പോയത്. ബാപ്പാന്റെ ബാപ്പ സ്ട്രോക്ക് വന്ന് അല്പം കുഴഞ്ഞു പോയ ബാപ്പ. സ്ട്രോക്ക് വന്നിട്ട് റിക്കവർ ചെയ്ത ബാപ്പയാണ്. പറഞ്ഞാൽ കുറച്ചൊക്കെ നടക്കാനൊക്കെ പറ്റും, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, പിടിച്ചിങ്ങനെ നടക്കും, ബാത്റൂമിൽ സ്വന്തം പോകാൻ പറ്റും, അങ്ങനെയൊക്കെ പോണൊരു ബാപ്പ. അങ്ങനെ ഇതാണ് ആ വീട്. ബാപ്പ, ഉമ്മ, ബാപ്പാന്റെ ബാപ്പ, മോള്. 4 റൂം. താഴത്തെ റൂമിൽ, ബാത്റൂമുള്ള റൂമിൽ തളർന്നു പോയ സ്ട്രോക്ക് വന്ന ബാപ്പയെ കിടക്കണേ. ബാപ്പാക്ക് ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ എണീക്കണം, ബാപ്പാക്ക് ഇടക്കിടക്ക് ബാത്റൂമിൽ പോകണം. വീട്ടിലെ റൂമിനകത്ത് ബാത്റൂം വേണം. ആ റൂമിന്റെ നേരെ എതിർവശത്തുള്ള റൂമിൽ വാതിലടയ്ക്കാതെയാണ് ഈ ഭാര്യയും ഭർത്താവും കിടക്കുക, ഈ മോനും മരുവളും കിടക്കുക. കാരണം എന്താ? ബാപ്പ വിളിച്ചാൽ കേൾക്കാൻ 2 റൂമിന്റെ വാതിൽ തുറന്നിട്ട് അവർ കിടക്കുക. അങ്ങനെ പോവാണ്. 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ ഈ കൊല്ലം പരീക്ഷ എഴുതേണ്ട പെൺകുട്ടി. ആ പെൺകുട്ടി മോളത്തെ റൂമിലാണ് കിടക്കുക. അവിടെ മോളുടെ റൂമേ ഉള്ളൂ. ഒരു ദിവസം രാത്രി 2:30 മണി സമയം, 2:30 മണി, രാത്രി 2:30 മണി സമയമായപ്പോ ഒരൊച്ച കേട്ടിട്ട് ഈ ബാപ്പിയമ്മി ഞെട്ടി ഉണരുക. ബാപ്പിയമ്മി ഉണർന്ന് ബോധം വീണ്ടെടുത്തപ്പോ, നമ്മൾ ഈ ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എവിടെയാണ്. ഉറക്കത്തിലല്ലേ മനുഷ്യൻ. ഉറക്കം എന്നത് ഒരു തരം മരണാണെന്നാ, ഒരു മരണാണെന്നാ ഖുർആൻ പറയുന്നത് അല്ലേ? നിങ്ങൾ മരിച്ച പോലെ കിടക്കുകയാണ്, വേറെ ഒന്നും അറിയില്ല നമ്മള്. അപ്പോ ഈ ഉറക്കത്തിൽ നിന്നിട്ട് എണീറ്റ മനുഷ്യന് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല. 2 ഭാര്യയും ഭർത്താവും കൂടി ഒച്ച കേട്ടിട്ട് ഞെട്ടി എഴുന്നേറ്റിരുന്ന് അവരിങ്ങനെ കാതു കൂർപ്പിച്ചപ്പോ കേൾക്കുന്നത് ഒരു ഞരങ്ങുന്ന ഒച്ച. ഒച്ച കേൾക്കുന്നത്. 2 പേരും കൂടി എഴുന്നേറ്റ് ഓടിച്ചെന്നത് ബാപ്പ കിടക്കുന്ന റൂമൊക്കെയാണ്. ബാപ്പ കിടക്കുന്ന റൂമിൽ ചെന്ന് നോക്കിയപ്പോ കാണുന്ന കാഴ്ച, മൂത്രമൊഴിക്കാൻ എണീച്ചിട്ട് ബാപ്പ തടഞ്ഞു വീണ് തല കട്ടിലടിച്ച് നെറ്റി പൊട്ടി ചോരടിക്കുക. നല്ല അടി അടിച്ച്. ഈ തളർന്നു പോയ ആൾക്കാർ വീഴുമ്പോൾ ഭയങ്കര വീഴ്ച വീഴുക. നമ്മളെ പോലെ പിടിക്കാൻ കഴിയില്ലല്ലോ. തളർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കും പോലെ പിടിക്കാൻ കഴിയില്ലല്ലോ. ഈ ബാപ്പ വീണപ്പോ തല കട്ടിലിന്റെ ചെടിക്കടിച്ചിട്ട് വലിയൊരു പൊട്ടുണ്ട് തലക്ക്. ആ പൊട്ട് ചോരങ്ങനെ മുഖത്ത് കൂടി ഒലിക്കുക. ബാപ്പാക്ക് എണീക്കാൻ കഴിയില്ല. ഈ മകനും മരുമകളും കൂടി ചെന്ന്, ഈ ബാപ്പാന്റെ മോനും മരുവളും കൂടി ചെന്ന് ഈ ബാപ്പാനെ താങ്ങി പിടിച്ച് കട്ടിലിരുത്തിയപ്പം ബാപ്പട്ട വെള്ള ബനിയൻ ചോരങ്ങനെ ഒളിച്ച് നനഞ്ഞു തുടങ്ങിയത്. ഇയാൾ ഓടിച്ചെന്ന് അളമാറ തുറന്ന് തോർത്തുമുണ്ടെടുത്ത് മടക്കി ബാപ്പാന്റെ പൊട്ടിയ നെറ്റി ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി പെട്ടെന്നൊരു പറന്നെടുത്തിട്ട് അവനെ കൊണ്ടുപോകണം, ആശുപത്രി കൊണ്ടുപോകണം, നല്ല പൊട്ട. ഇതിങ്ങനെ അമർത്തി പിടിക്കണേ. ബാപ്പാന്റെ ബാലൻസ് ഇങ്ങനെ പോയി തുടങ്ങി. ഈ പെണ്ണും ഈ ഭർത്താവും ഭാര്യയും കൂടി ബാപ്പാനെ താങ്ങി പിടിച്ച് പൊക്കി നേരെ കൊണ്ടുപോയിട്ട് കൊലായിലെ കസാരയിൽ ഇരുത്തി. ഇയാൾക്ക് വണ്ടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പാവപ്പെട്ട മനുഷ്യനാ, വണ്ടിയൊന്നുമില്ല. അയാൾ ഫോൺ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ബാപ്പാന്റെ തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഫോൺ എടുത്തിട്ട് ഇയാൾ വിളിക്കണ് ഒരു ഓട്ടോറിക്ഷ കിട്ടാൻ. അടുത്തവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്. കുറേ റിങ് ചെയ്തപ്പോൾ ആ ചെക്കൻ ഫോൺ എടുത്ത്. അയാൾ പറഞ്ഞു, ബാപ്പ ഇങ്ങനെ വീണിന് നെറ്റി പൊട്ടിയാണ്. ആ ചെക്കൻ പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ. ഓട്ടോറിക്ഷക്കാരൻ വരാൻ വേണ്ടി ഇവര് കൊലായിൽ ബാപ്പാനെ കൊണ്ട് ഇരുത്തി.
ഒരു കൈ കൊണ്ട് ബാപ്പാന്റെ നെറ്റി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് ബാപ്പാനെ താങ്ങി ഈ മോനിങ്ങനെ ഇരിക്കുക. ഈ ഉമ്മ ഓടിച്ചെന്ന് ഒരു പർദ്ദ എടുത്തിട്ടിട്ട് കൊലായിൽ വന്നിട്ട് പറഞ്ഞു എത്തിയോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഭർത്താവ് പറയണത്, എടി നമ്മൾ രണ്ടാളും ബാപ്പാനെയും കൊണ്ട് ആശുപത്രി പോയാല് മോള് വീട്ടിൽ ഒറ്റക്കല്ലേ, 15 വയസ്സുള്ളൊരു മോളെ ഒറ്റക്ക് വീട്ടിലിട്ടിട്ട് നമ്മൾ എങ്ങനെ പോകും, മോൾ ഒറ്റക്കല്ലേ. അപ്പോഴാണ് ഉമ്മി ആലോചിച്ച് ശരി ഈ ബേജാറിൽ മറന്നുപോയി. ഉമ്മനോട് ബാപ്പ പറഞ്ഞു നീ ഓടിച്ചെന്ന് മോളെ വിളിക്കും, മോളെ വിളിച്ചിട്ട് മോളോട് പറയും പെട്ടെന്ന് മാറ്റിയിട്ട് ഇറങ്ങാൻ പറയും, നമുക്ക് ഒരുമിച്ച് പോവാ, വീട് പൂട്ടി പോവാ, ഏതായാലും ഇന്ന് പോയാൽ അവിടെ അഡ്മിറ്റ് ആക്കും, നാളെ ഡിസ്ചാർജ് ആവുള്ളൂ. പാപ്പാന്റെ പൊട്ട് നല്ല പൊട്ട. ഉമ്മ പർദ്ദയിട്ട് ഉമ്മ ഓടിക്കേറി കോണിപ്പടി മോളെ റൂമിൽ ചെന്നിട്ട് വാതിൽ തുറന്നപ്പോ അകത്തുനിന്ന് കുറ്റിയിട്ടുണ്ട്. ആ വീട്ടിൽ ആരുമില്ല, ബാപ്പയും ഇമ്മയും കോണി കയറാൻ കഴിയാത്തൊരു വല്യപ്പിയ. റൂം അകത്തുനിന്ന് കുറ്റിയിട്ടുണ്ട്. ആ റൂമിനകത്ത് മുട്ടിയിട്ട് ഉമ്മ വിളിക്കാൻ തുടങ്ങി, മോളെ വാതിൽ തുറക്ക്. ഒരു റെസ്പോൺസും ഇല്ല, ഒരു മറുപടിയും ഇല്ല. ആ റൂം മുട്ടി 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 ഉമ്മ ഒച്ച കൂടിയപ്പോ താഴേന്ന് ബാപ്പ ചോദിച്ചു എന്താടി. ഉമ്മ പറഞ്ഞു ഓള് റൂം കുറ്റിയിട്ടുണ്ട്, തുറക്കില്ല. കുറേ നേരം മുട്ടിയിട്ടും റെസ്പോൺസ് ഇല്ലാതായപ്പം ഉമ്മ വാതിലിന്റെ പിടി പിടിച്ചിട്ട് വാതിൽ തുറന്ന് കാലുകൊണ്ട് താഴെ ഭാഗത്തെ വാതിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചപ്പോ വാതിലൊരു ഗ്യാപ്പ് വന്നു, ഓളത്തെ കുറ്റിയാട്ട്. ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടി ഉമ്മ ഇങ്ങനെ നോക്കിയപ്പോ ഉമ്മാന്റെ മോള് ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ റൂമിൽ നിൽക്കുക. സമാധാനായി, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ജീവനോടുണ്ടല്ലോ. ആ ഗ്യാപ്പിനുള്ളിലൂടെ ഉമ്മ വിളിച്ചു പറഞ്ഞു മോളെ വല്യപ്പ വീണു, തല പൊട്ടി, മാറ്റ്, നീ ഇറങ്ങി റൂം തുറക്ക്. ഉടനെ ഈ കുട്ടി പറയും അമ്മനോട് ഉമ്മ പോയിക്കോ ഞാൻ തുറന്നോളാം, ഉമ്മ പോയിക്കോ ഞാൻ തുറന്നോളാം. ഉമ്മ പറഞ്ഞു ഞാൻ പോകില്ല, നീ തുറക്ക്, വാതിൽ തുറക്ക്, ഇതിനെ കുറ്റിട്ട് തുറക്ക്. എത്ര പറഞ്ഞിട്ട് വാതിൽ തുറക്കില്ല. കുറെ നേരം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഉമ്മ പോവില്ല, വല്യപ്പാന്റെ തല പൊട്ടിക്കല്ലേ, ഓട്ടോറിക്ഷ വരാനാവും. കുറച്ചു നേരം കഴിഞ്ഞപ്പം റൂമിന്റെ വാതിലെടുത്ത് തുറന്നു. ആ ഉമ്മാന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയത്, 15 വയസ്സുകാരിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു ചെക്കനാ. ഒരു ചെക്കൻ ഇറങ്ങിയിട്ട് പോവാണ്. ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പേടിച്ച് വിറച്ച് നിൽക്കുക ഉമ്മ. ഓൻ കോണി ഇറങ്ങി ബാപ്പാന്റെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് പോയി. ബാപ്പാക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു കൈകൊണ്ട് പൊത്തി പിടിച്ചിരിക്കുകയാണ് ചോരയൊലിക്കുന്ന ബാപ്പാന്റെ നെറ്റി, മറ്റേ കൈകൊണ്ട് ബാപ്പാനെ താങ്ങിയിരിക്കുന്ന ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ ചെക്കൻ കൂളായിട്ട് ഇറങ്ങി പോവുകയാണ്. ഉമ്മ 2 തല്ലൊക്കെ കൊടുത്ത് കട്ടുമ്പൊക്കെ ഒരു ഉന്തൊക്കെ ഉന്തി ആ കുട്ടിക്ക് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടിയെയും കൊണ്ട് ബാപ്പാനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് രാത്രി മുഴുവൻ ആ ബാപ്പയും ഉമ്മയും ഉറങ്ങില്ല. ഈ ബാപ്പ വീണ് നെറ്റി പൊട്ടിയതല്ല ഇവിടെ പ്രശ്നം, മോളെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചെറുക്കനെ കുറിച്ചിട്ട് അവരെ ചിന്ത. ആകെ ഉറങ്ങാതെ രാവിലെ വരെ നിന്ന് ഡോക്ടർ 9 മണിക്ക് വരും എന്ന് പറഞ്ഞ ഡോക്ടർ എത്തിയത് 9:30 മണിക്കാണ്. ഇവരെ കാണുന്നത് 10:30 മണിക്കാണ്. 10:30 മണിക്ക് ഡോക്ടർ കണ്ട് ബാപ്പാനെ പരിശോധിച്ചിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് കിടത്തരുത് എന്നൊക്കെ പറഞ്ഞ് ബാപ്പാനെ ഡിസ്ചാർജ് ആക്കിയിട്ട് ഡോക്ടർ വിട്ട് 11 മണിക്ക് ഡിസ്ചാർജ് ആക്കി വീട്ടിലെത്തിയ ഉടൻ അവര് വിളിക്കുക എന്റെ ഫോണിലേക്ക്, സാറിനൊന്ന് കാണണം ഇന്ന് തന്നെ. ഞാൻ വെച്ചാൽ എന്താ പ്രശ്നം? ഇന്ന് തന്നെ കാണണം, നാളേക്ക് പറ്റൂല, എത്ര രാത്രി ആയാലും വേണ്ടിയില്ല കാണണം. ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കാണ്, ഇന്ന് വൃത്തിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എവിടെയുള്ളത് ഞങ്ങൾ അടുത്ത്. ഞാൻ പെട്ടു. ഞാൻ പറഞ്ഞു പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ, സമയം ഉണ്ടാക്കാൻ കഴിയുമോ നോക്കാം, നിങ്ങൾ വന്നോ. അങ്ങനെ മഗ്‌രിബ് കഴിയുമ്പോൾ അവര് വരിക. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 15 വയസ്സുകാരി പെൺകുട്ടി, കാണാനൊക്കെ ഭംഗിയുള്ള, ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവൾ പഠിക്കുന്നത്. അവൾ എൻ്റെ മുമ്പിൽ, അവളെയും കൊണ്ടിട്ടാണ് ഇവരെൻ്റെ മുമ്പിൽ വന്നത്. ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പം ഉമ്മാന്റെ മുഖത്ത് വല്ലാത്തൊരു പേടിയുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ ഉപ്പാന്റെ നെഞ്ചിലെ നെരിപ്പോടിന്റെ ചൂട് തൊട്ടടുത്തിരിക്കുന്ന എനിക്കിങ്ങനെ ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും. ആകെ ബേജാറിലാണ്. ആ ബാപ്പ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അടുപ്പിന്റെ ചൂടിനേക്കാൾ ചൂടുണ്ട് ജീവിതത്തിന്. അടുപ്പിന്റെ ചൂട് ഇത്ര ചൂടില്ല, എന്റെ മോള് തന്ന ചൂട് അതിനേക്കാളും വലിയ ചൂടാ. ആ ഇതിൽ നിൽക്കാൻ കഴിയില്ല. ആ ഒരു താളം തെറ്റിയ അവസ്ഥയിലാ ബാപ്പ. ഞാൻ പറഞ്ഞു സാരല്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നിങ്ങള് ഓളങ്ങട്ട് വിട്, പെൺകുട്ടിനെ അങ്ങോട്ട് വിട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആ പെൺകുട്ടിന്റെ മുമ്പിലേക്ക് വരികയാണ്. എത്ര തലയിക്കിട്ടാലും തലയിൽ നിൽക്കാത്തൊരു തട്ടം, അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ തട്ടം. 2 മുടി മുന്നിൽ ഇങ്ങനെ മുറിച്ചിട്ട് മുഖത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതപ്പ സ്റ്റൈല് അല്ലേ? നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, 2 മുടി ഇങ്ങനെ മുറിച്ച് തൂക്കിയിട്ടുണ്ടോ, അവിടെ വരെ അതിങ്ങനെ മുന്നിൽ കൂടി തൂക്കിയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞ് ഞാൻ അവരെ കാണുമ്പോഴും ആ പെൺകുട്ടിയുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു പ്രശ്നമായിട്ട് വന്ന കുട്ടിയാ. അവള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് ഇടാതെ പുറത്തേക്ക് ഇറങ്ങിയ ഇപ്പോ ഉടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയ മരുത്ത പ്രതീതിയാണ് നമ്മളെ പെൺകുട്ടിയൊക്കെ. കണ്ണ് വാലിട്ട് എഴുതിയിരിക്കുന്നു.
എന്തൊക്കെയോ സാധനം മുഖത്ത് തേച്ചിട്ട് മുഖം ഇങ്ങനെ മിന്നുണ്ട്. ആ പെൺകുട്ടീൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ആ കുട്ടീനോട് ഒറ്റ ചോദ്യം ചോദിച്ചു തുടക്കത്തില്, എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? നീ എന്ത് പണിയാ കാണിച്ചത്? ഒരു ചെക്കൻ ആരെങ്കിലും ഇങ്ങനെ വാതിലൊക്കെ തുറന്നു കൊടുക്കും രാത്രി പാതിരാക്ക്? എന്ത് പണിയാ നീ കാണിച്ചത്? ഈ ചോദ്യം ആ കുട്ടിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയില്ല. ആ പെൺകുട്ടി വളരെ കൂളായിട്ട് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അതിനിപ്പോ എന്താ കുഴപ്പം? ഇനി എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ ആ കുട്ടിയോട് സംസാരിക്കേണ്ടത്? ഒരു ചെറുക്കനെ ആരാണെന്ന് പോലും ഉമ്മാക്കും ബാപ്പാക്കും അറിയാത്ത ഒരു ചെറുക്കൻ 2:30 മണി സമയത്ത് ഈ ബാപ്പ വീണതുകൊണ്ടാ. അതിന്റെ മുമ്പൊക്കെ ഈ ചെക്കൻ വന്നും പോയിട്ടുണ്ടാവും. ആരാ അത് കണ്ട്? ആരാ വീട് കുറ്റിയിടല്? ആരാ അത് തുറന്നു കൊടുക്കൽ? അപ്പോഴാണ് അറിയണത്, ഈ ബാപ്പ വീണപ്പോഴാണ് ഈ ചെക്കൻ റൂമിലുള്ളത് അറിയണത്. വീണതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് അറിയില്ലല്ലോ. ആ കുട്ടി ചോദിച്ച ചോദ്യം, അതിനെന്താ കുഴപ്പം? അപ്പൊ എന്താ മാറിയത്? രാത്രി 1:30 മണി സമയം, നല്ല തണുപ്പുള്ള രാത്രി, ഡിസംബർ മാസം, 2025 ഡിസംബർ മാസം, നല്ല തണുപ്പാ, നല്ല രസാ. സുബൈക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ തണുത്ത് പോവാം. കണ്ടോ, സുബൈ നിസ്കരിക്കാൻ ഒറ്റ ഫാനും പള്ളിയിൽ ഓണാക്കേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പുള്ള സമയം, രാത്രിയും രാവിലെയും ഒക്കെ തണുപ്പുള്ള ഡിസംബർ മാസത്തില് ഒരു ബാപ്പി ഇമ്മി വീട്ടിൽ കിടന്നുറങ്ങാം. ഞാനിതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ എന്താ പറയുക, എന്താ മാറ്റം നമുക്ക് കണ്ടുപിടിക്കണല്ലോ, എന്നിട്ട് വേണം നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ. ബാപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോയി കഷ്ടപ്പെടുന്ന ഒരു ബാപ്പ കട്ടിന് കണ്ട ഉറങ്ങും. നിങ്ങളെ പെണ്ണുങ്ങളും തമ്മിൽ എപ്പോഴും കച്ചറുണ്ടാക്കുന്ന സാധനത്താ. ഞാൻ ഇവിടെ ഉള്ള നിങ്ങൾക്ക് ഓർമ്മയില്ല, കിടന്നാ തുടങ്ങും കൂർക്കം വലിക്കാൻ. ഇതിനുള്ള നിങ്ങൾ പെണ്ണുങ്ങളും നമുക്ക് കച്ചറുണ്ടാക്കുക. ഈ മുഴുവൻ വെയിലും കൊണ്ട് പണിയെടുക്കണം. നമ്മളെ ക്ഷീണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഓരോ പണി വലുത്, നിങ്ങൾക്ക് നിങ്ങളെ പണി വലുത്. നിങ്ങളെ പണി എന്താന്ന് അവരും മനസ്സിലാക്കൂല, അവരെ പണി എന്താ നിങ്ങളും മനസ്സിലാക്കൂല. എന്നിട്ട് രണ്ടാളും ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പണി? ഭർത്താവും ചോദിക്കും, അനക്ക് ഇപ്പൊ എന്താ അവിടെ പണി? മോളും കണ്ടു ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അവിടെ പണി? രണ്ടാക്കൊരു പണി ഉണ്ടോ? അപ്പൊ കട്ടില് കണ്ട വാപ്പ ഉറങ്ങും. കാരണം എന്താ? നമ്മൾ ക്ഷീണിച്ചിണ്ടാവും, അവസരമായി ഉണ്ടാവും. രാവിലെ ഒരു പണിയെടുത്തല്ലേ, ആരോടൊക്കെ പറയാ അല്ലെ? നമുക്ക് പറയാൻ ഒരു പുരുഷ കമ്മീഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെ? ബസ് കയറി ഒരു പെണ്ണിങ്ങനെ വീഡിയോ എടുത്താണ് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ. ആരാ നമുക്ക് സംസാരിക്കാനുള്ളത്? ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്തൊരു നാടാ നമ്മളെ നാട്. ആരാണ് സംസാരിക്കാൻ? അപ്പൊ ഇതൊക്കെ പോട്ടെ, ആ കട നിൽക്കട്ടെ. ഈ ബാപ്പ ഉറങ്ങിപ്പോയി, ഉമ്മ ഉറങ്ങാണ്. 1:30 മണി സമയത്ത് ബാപ്പാന്റെ ഫോണ് ബെല്ലടിക്കുക. 1:30 മണി ഫോണ് ബെല്ലടിക്കുക. ഫോണ് ബെല്ലടിച്ച് കുറെ ബെല്ലടിച്ചപ്പോഴാണ് ഫോൺ എടുത്തിട്ട് ഇയാൾ ഉറക്കത്തിൽ ഇങ്ങനെ ചെവിയിൽ വെച്ച് ഹലോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് അയാൾ ചോദിച്ചു, ഇന്ന ആളല്ലേ? അയാൾ പറഞ്ഞു, ആ അതെ. ആരാ? ഉറക്കത്തിലാ ചോദിച്ചു. അങ്ങേ തലക്കെന്ന് പറഞ്ഞു, ഇത് പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇയാൾ ഉറക്കം കണ്ടുപോയി. ഡിം എന്തേ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളെ മോള് വീട്ടിലുണ്ടോ? പാപ്പ പറഞ്ഞു, പിന്നെ ഓള് റൂം സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള വീടാ, AC റൂമൊക്കെ. വലിയൊരു പൈസക്കാരനല്ലെങ്കിലും അത്യാവശ്യം പൈസക്കാർ എടുത്തിട്ടുണ്ട്. റൂമൊക്കെ AC ഓള് റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി വെക്കുക, ഓള് റൂമിലുണ്ടോ? പാപ്പ പോയി വെക്കുക, ഫോണും പിടിച്ചിട്ട് പോയി വെക്കുക. മോളെ റൂമില് AC വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ സ്പീഡിൽ ഫാന് കറങ്ങുന്നുണ്ട്. പുതപ്പ് ബെഡിലുണ്ട്. പെണ്ണിനെ കാണില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ്, അങ്ങനെ പെണ്ണിനെ കാണാതിരിക്കുമ്പോ ഇയാൾ ബാത്റൂമൊക്കെ പോയി നോക്കിയപ്പോ ഒന്നും കാണില്ല. പുറത്തെ വാതിൽ നോക്കിയപ്പോ അകത്തത്തെ കുറ്റിയൊക്കെ തുറന്നാണ്. വാതില് താക്കോലോട് പൂട്ടിയാണ്. ഫ്രിഡ്ജിന്റെ മുകളിലാണ് താക്കോല് വെക്കുക. അടുത്തണ്ട് വാതില് പൂട്ടിയാണ്. അപ്പൊ ഈ പെണ്ണ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോ 1:30 മണി സമയത്ത് പോലീസുകാരൻ വിളിച്ചിട്ട് ബാപ്പനോട് മോളെ തരാൻ പറഞ്ഞപ്പോ മോളെ കാണാത്ത പേടിയിൽ ബാപ്പ പോലീസുകാരോട് ചോദിച്ചു, സാറിന്റെ മോളെ കാണാനില്ല. പോലീസുകാരൻ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കോഴിക്കോടുള്ള ഈ കുട്ടി, ആ കുട്ടീനെ 1:30 മണിക്കൂർ കിട്ടണ അറിയോ? ഒരു കുരുത്തക്കേടും കുട്ടി ഉണ്ടാക്കിയില്ല. ഒരു കുരുത്തക്കേടും. കോഴിക്കോട് താമരശ്ശേരി ചുരം, വയനാട്ടിലേക്ക് പോകാനുള്ള ചുരത്തിന്റെ പേരാ താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം വഴിയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ മയക്കുമരുന്ന് വരിക. MDMA എന്ന് പറയുന്ന രാസലഹരി ബാംഗ്ലൂരിൽ അതിന്റെ കേന്ദ്രം. അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ബാംഗ്ലൂരാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ വയനാട് ചുരം വഴി, കർണാടകയിൽ നിന്ന് വയനാട് ചുരം വഴിയാണ് അത് കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ എത്തുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വയനാട് ചുരത്തിന്റെ മുകളിലും വയനാട് ചുരത്തിന്റെ താഴെയൊക്കെ രാത്രിയൊക്കെ പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ വണ്ടി, വലിയ വില കൂടിയ വണ്ടിയിലാണ് അപ്പൊ ഈ സാധനമൊക്കെ വരുന്നത്. ഓടി, BMW,
ഉണ്ടോ? ടയോട്ട ഇങ്ങനത്തെ വലിയ വലിയ വണ്ടിയിലാണ് ഇപ്പൊ ഈ മയക്കുമരുന്നൊക്കെ വരുന്നത്. ചെറിയ ചെറിയ വണ്ടിയൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഈ പോലീസുകാർ ഇങ്ങനെ ഫാമിലി ഒന്നും അല്ലാത്ത വണ്ടിയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കൈയ്യട്ടി നിർത്തും. ഫാമിലിയൊക്കെ തോന്നി അവരിങ്ങനെ വിടും. ഫാമിലി എല്ലാം തോന്നിക്കഴിഞ്ഞാൽ അവരിങ്ങനെ കൈയ്യട്ടൊക്കെ നിർത്തി വണ്ടിയൊക്കെ പരിശോധിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം. താമരശ്ശേരി ചുരത്തിൽ രാത്രി പോലീസ് പട്രോളിംഗ് ഉണ്ട്. ചുരം തുടങ്ങുന്നതിന്റെ മുമ്പ് പോലീസിന്റെ പട്രോളിംഗ് ഉണ്ട്. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ നിൽക്കുക രാത്രി മഞ്ഞും കൊണ്ട്. രാത്രി 1:30 മണിയായപ്പോ ഒരു ബൈക്ക്, ആ ബൈക്ക് ഇങ്ങനെ നല്ല വില കൂടിയ ബൈക്കും വില കൂടിയ കാർ ഉപയോഗിച്ചാൽ മയക്കുമരുന്ന് കടത്തുക. നല്ല വില കൂടിയ ഒരു ബൈക്ക്, കാണാനൊക്കെ രസമുള്ള ഒരു ബൈക്ക്. ആ ബൈക്കിന്റെ മുകളിൽ കോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നല്ല പിന്നെ കയ്യുറൊക്കെ ധരിച്ച് ഷൂസൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു റേസിംഗ് പങ്കെടുക്കുന്ന ഒരു ചെക്കനെ പോലെ ഒരു ചെറുക്കൻ ബൈക്ക് ഓടിച്ച് വരിക. അവൻ ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഫുൾ കാര്യങ്ങളുണ്ട്. നാടനൊന്നുമല്ല, അടിപൊളിയാ. അവന്റെ പിറകിൽ അതുപോലെ തന്നെ ജീൻസും ഷർട്ടും ധരിച്ച് ജാക്കറ്റ് ഇട്ട് ഷൂസ് ഇട്ട് ഹെൽമെറ്റ് ധരിച്ച് എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ട് ഒരു പെണ്ണുണ്ട്. കയ്യുറക്കോളും ഇട്ടാണ്. തണുപ്പാ. പോലീസുകാർ ആ ബൈക്ക് ഇങ്ങനെ നല്ല വില കൂടിയ ബൈക്ക് അയച്ചിട്ട് പോലീസുകാരൻ ബൈക്ക് കൈയാട്ടി സൈഡിലേക്ക് ബൈക്ക് ഒതുക്കി നിർത്തി. കൈയാട്ടിപ്പോ ചെക്കൻ ബൈക്കോടെ നിർത്തി. ബൈക്ക് നിർത്തിയിട്ട് പോലീസുകാരൻ പേപ്പറൊക്കെ ചോദിച്ചു. സകല പേപ്പറും ഈ ചെക്ക് എടുത്തു കൊടുത്തു. എല്ലാ പേപ്പറും ക്ലിയറാണ്, ഒരു കംപ്ലൈന്റും ഇല്ല. ലൈസൻസ് എവിടെ? ഇതാ പിടിച്ചോ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ട എടുത്തിട്ടുണ്ട്. പോലീസുകാരനൊന്നും പറയാനില്ല. പോലീസുകാരൻ വണ്ടിയൊക്കെ എങ്ങനെ നോക്കി, എന്താ വണ്ടിയൊന്നും ഇല്ലല്ലോ. അവൻ പറഞ്ഞു എന്ത് സാറ് നോക്കിക്കോ ഉണ്ടെങ്കിൽ. പോലീസുകാരന് മനസ്സിലായി പ്രശ്നമൊന്നുമില്ല, ചെക്കൻ ആള് കുഴപ്പമൊന്നുമില്ല. ആ പോലീസുകാരനെ വെറുതെ, ഈ പോലീസുകാർക്ക് ഇങ്ങനെ ചോദിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, വെറുതെ ചോദിച്ചതാ ഇതാരാ. അതിന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ, അവന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന ആ ജാക്കറ്റ് ധരിച്ച ആ പെണ്ണിനെ ചൂണ്ടി, ഹെൽമെറ്റ് ഊരാതെ നിൽക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് പോലീസുകാരൻ വെറുതെ ചോദിച്ചതാരാ. ആ ചെറുക്കൻ മറുപടി പറഞ്ഞത് എനിക്കറിയില്ല. പോലീസ് ചോദിച്ചാ നിനക്ക് അറിയില്ലേ? അറിയില്ല. എനിക്ക് ഇവിടുന്ന് കിട്ടീനെ, കൂടെ വന്നതാണ്. ആരാ? അറിയില്ല. അപ്പൊ ഈ ചെക്കൻ പോലീസുകാരനോട് ചോദിച്ചു, എന്തിനാ സാറേ നിങ്ങൾ ആൾക്ക് ചോദിക്കുന്നത്? ഞങ്ങളൊരു ബൈക്ക് പോകല്ലേ. പോലീസുകാരൻ ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഒരു നിയമമുണ്ട്, നമുക്കാർക്കും പൊതുവെ അറിയാത്തൊരു നിയമമാണ്. പ്രൈവറ്റ് വണ്ടികളിൽ പരിചയമില്ലാത്ത ആളുകളെ കയറ്റാൻ പാടില്ല. എന്റെ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ആ വണ്ടി ഉണ്ടാവാൻ പാടില്ല. കേറ്റിയ കുറ്റ പ്രശ്ന. എന്റെ ബൈക്ക്, ഞാൻ ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ആ ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ആളെ എനിക്ക് പരിചയമാണ്. എല്ലാത്ത ആളുകൾ ബൈക്ക് കയറ്റാൻ പാടില്ല. സാധാരണ നമ്മളെ സ്കൂളിന്റെ മുമ്പിലൊക്കെ കുട്ടികൾ കാണാൻ ബൈക്കിന് ഇങ്ങനെ കൈയ്യട്ടണ്, ലിഫ്റ്റ് ഒരു വെച്ചുണ്ട്. നമ്മൾ പാവം കുട്ടികളെ വെച്ച് ലിഫ്റ്റ് കൊടുക്കും. ക്രിമിനൽ കുറ്റ. ആ കുട്ടിയെ പിറകിൽ കയറ്റിയാൽ പ്രായപൂർത്തിയാവാത്ത അറിയാത്തൊരു കുട്ടീനെ ബൈക്കിന്റെ പിറകിൽ കയറ്റി എന്തെങ്കിലും സംഭവിച്ച ഞങ്ങളകത്താവും. നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ കയ്യട്ട് ബാപ്പാന്റെ അടുത്ത് നിന്ന് 10 റുപ്യ ബസ്സിന് വാങ്ങിയാണ്ട് ആ 10 റുപ്യക്കോ വേറെ എന്തെങ്കിലും വാങ്ങി തിന്നാണ്ട് കണ്ടോന്റെ വണ്ടിയിലാണ് കയറി പോണത്. എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ടാവും കുട്ടികൾ കയ്യട്ടത്. എന്തുകൊണ്ടാണ് കയ്യട്ടണെന്ന് അറിയോ? നിങ്ങൾ നിർത്തി കൊടുത്തിട്ടാ. ഒരൊറ്റ നില കയറ്റരുത്. കാരണം എന്താ? അറിയാത്ത ആളെ വണ്ടി കയറ്റാൻ പാടില്ല. പോലീസുകാരൻ പറഞ്ഞു, അറിയാത്ത ആളെ പ്രൈവറ്റ് വണ്ടിന്റെ മുകളിൽ കയറ്റാൻ പാടില്ല, ടാക്സിയിൽ കയറ്റാം. ടാക്സി അതിനുള്ളതാ. നിനക്കറിയില്ലേ അറിയാത്ത ആളെ വണ്ടി? ഉച്ചക്ക് പറഞ്ഞാൽ അറിയില്ല. എന്നാ വണ്ടി വിട്ടോ, നീ പോ, ഓളെ ഞങ്ങൾ നോക്കിക്കോളാം. ആ പെൺകുട്ടിന്റെ ഹെൽമെറ്റ് ഒരു പോലീസുകാർ ചോദിച്ചു, നീ ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ ചെക്കൻ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, ഞാൻ എന്റെ ബൈക്കുമായി ഒരു നൈറ്റ് റൈഡിങ്ങിന് പോകുന്നു, കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. നിബന്ധനകൾ: ഹെൽമെറ്റ് വേണം, യാത്ര ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വേണം. 2, എല്ലാ ചെലവും 50-50. പെട്രോള് 50-50, ഭക്ഷണം 50-50. ഈ ചെക്കൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടാ. നിങ്ങൾക്ക് എന്ത് ഇൻസ്റ്റഗ്രാം? ഉടൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ ചെക്കനെ ആദ്യം പ്രതികരിച്ചത് 19 വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി തന്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ എഴുതി ഈ ചെക്കന് പോസ്റ്റ് ചെയ്യാണ്, ഐ എം റെഡി, എന്റെ അടുത്ത് ഓൺലൈൻ വഴി വാങ്ങിയ ജാക്കറ്റ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, കുപ്പായുണ്ട്, എല്ലാം ഉണ്ട്, ഞാൻ റെഡി. അങ്ങനെ ഈ പെണ്ണും ചെക്കനും കൂടി തീരുമാനിക്കുകയാണ്. ഈ പെൺകുട്ടി ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്തു. ചെക്കൻ രാത്രി അവിടെ വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പീഡനവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു തൊടലുമില്ല, ഒന്നുമില്ല. ഓ സ്കൂട്ടർ ബൈക്ക് വെച്ച് വന്നു, ഓള് ബാക്ക് കയറി. ആരാ എന്താന്ന് അറിയേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്തെ സൗഹൃദങ്ങളുടെ അവസ്ഥ ഞാൻ ഈ പറയണേ.
ഇവന്റെ ബാക്ക് കയറിയിട്ട് ഈ പെൺകുട്ടിയോട് പോവാണ്. ആരറിയില്ല എന്താ വരെ പ്ലാന്. രാത്രി 12:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പോയി താമരശ്ശേരി ചുരം കയറി. ആ ചുരത്തിന് ഇങ്ങനെ കയറിയിട്ട് ചുരത്തിന്റെ മുകളിൽ പോയിട്ട് നേരെ തിരിച്ച് 3:30 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തുക. 3:30 മണിക്ക് ശേഷം വാപ്പി ഇനി കൊണരുള്ളൂ. അപ്പൊ ഈ കുട്ടി അകത്ത് കയറി പൊതിച്ച് മൂടി കിടന്നുറങ്ങിണ്ടാവും. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും പ്രേമിക്കുന്ന ചെക്കന്റെ കൂടെ ഇരുന്ന് പെൺകുട്ടി പോവുക, പ്രേമിക്കുന്ന ചെക്കന്റെ കൂടെയാണ് അവർ യാത്ര ചെയ്യുക. അല്ല കൂട്ടരെ, ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇപ്പോ അറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ യാത്ര ചെയ്യാൻ ആപ്പുകളും ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതിനൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് വരികയാണ്. ആ റിക്വസ്റ്റിന് കുട്ടികൾ മറുപടി അയക്കുകയാണ്. ആരും പരിചയമില്ലെങ്കിലും കുട്ടിക്ക് യാത്ര ചെയ്യാം. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോ ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? ഒരു പരിചയമില്ലാത്ത ഒരു ചെക്കൻ ക്രിമിനലാണോ, കള്ളുകുടിയനാണോ, കഞ്ചാവാണോ, ഒരു പരിചയമില്ലാത്ത ഒരു ചെക്കന്റെ കൂടെ രാത്രി പാതിരാക്ക് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കേറുവോ മോളെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടിക്കും എന്നോട് ചോദിച്ച ചോദ്യം, അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? ആലോചിക്കുക. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അത്, എന്താ കുഴപ്പം? പ്രേമിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് നടന്ന്, ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ കൊണ്ടിങ്ങനെ നടന്ന് ആ പെൺകുട്ടിന്റെ വീട്ടുകാർ ഇത് കണ്ട് ഈ ചെറുക്കനെ തേടി വീട്ടിൽ വന്ന് ഉമ്മാന്റെയും ബാപ്പാന്റെയും മുന്നിലിട്ട് 4 പൊട്ടിച്ചു. പെണ്ണിന്റെ വീട്ടുകാര് 17 വയസ്സുള്ള പെൺകുട്ടിയെ 19 വയസ്സുള്ള ചെറുക്കൻ പ്രേമിക്കുക. അവൻ ഏതോ കോളേജിൽ പഠിക്കുന്നു, അവൾ സ്കൂളിൽ പഠിക്കുന്നു. പ്രേമിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടിനെ കൊണ്ടുപോ ഇങ്ങനെ നടക്കുക. പല സ്ഥലത്തും ഇപ്പൊ നല്ല സുഖ. എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയോണ്ട് കുട്ടിയൊക്കെ നല്ല സുഖ. പിന്നെ മാസ്ക്, പണ്ടൊന്നും മാസ്ക് ഇല്ല. ഇപ്പൊ മാസ്ക് ഇട്ട് ആരും ചോദിക്കൂലല്ലോ. കൊറോണയ്ക്ക് ശേഷം മാസ്ക് ഉണ്ടല്ലോ അല്ലെ? കുട്ടിയൊക്കെ തിരിച്ചറിയും കൂടി ഇല്ല. ഈ പെൺകുട്ടി ഇങ്ങനെ കൊണ്ടിടക്കുക. ഒരു സ്ഥലത്തെത്തിയപ്പോ ആരോ കണ്ട് പ്രശ്നമായി, ഫോട്ടോ എടുത്ത് പാപ്പിയമ്മ അറിഞ്ഞ് ഈ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഈ ചെക്കന്റെ വീട് അന്വേഷിച്ച് ചെന്ന് രാത്രി സുബൈ നിസ്കരിച്ചിട്ട് പുരക്കടി ചെല്ലുക. ഈ ചെക്കൻ നല്ല ഉറക്ക. നേരെ വീട്ടിൽ കയറിയിട്ട് ഇന്ന കുട്ടീന്റെ വീടല്ലേ, ആ ചെക്കനൊന്ന് കാണാൻ ചെക്കൻ ഇറങ്ങി കണ്ട് വരലും വരും പിടിച്ച് 4 പൊട്ടിച്ചു. പാപ്പാന്റെയും ഉമ്മാന്റെയും മുമ്പിൽ വെച്ച് സ്വന്തം പുരയെന്ന്. ഉമ്മ കരയാണ്, മോനെ തന്നെ കണ്ടിട്ട്. എന്നിട്ട് ഇവര് കാര്യം പറഞ്ഞു, ഞങ്ങളെ മോളെ ബാക്കിൽ ഇതാ ഫോട്ടോ, ഇവൻ നടക്കണ്, കുറെ കാലമായി ഇത്, ഇനി ഉണ്ടായ അവന്റെ കാളി ഞങ്ങൾ വിട്ടും. ഇവര് ഭീഷണിപ്പെടുത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ആ ചെക്കനെ അവന്റെ ബാപ്പയും ഉമ്മയും കൂടി ഇന്ത്യ അടുത്ത് കൊണ്ടുവരിക. തലേ ദിവസം ഈ പെണ്ണിന്റെ വീട്ടുകാര് തല്ലിയിട്ട് കണ്ണ് കലങ്ങിണ്, അവന്റെ മൂക്ക് വീങ്ങിണ്, അടിറ്റിന് നല്ലോണം പൊട്ടീണ്, കണ്ണ് കലങ്ങിയിട്ട് മൂക്ക് വീങ്ങി നിൽക്കുന്ന ചെക്കനെയും കൊണ്ട്. അവന്റെ ശരിക്കുള്ള കൊല ഞാൻ കണ്ടില്ല, അങ്ങനത്തെ കൊല ഞാൻ കണ്ടിട്ടുള്ളൂ. അവനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരിക. ഞാൻ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ? പഠിക്കണ്ടേ നമുക്ക്? ഇപ്പൊ കല്യാണം കഴിക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ആ ചെക്കൻ എന്നോട് അത്രയും തല്ല് കിട്ടിയിട്ട് ഒരു ചുണ്ട് ഇങ്ങനെ പൊങ്ങിക്കണോ എന്നോട് അസുഖമില്ലാതെ പറയാണ്. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തോ ഒരു മാറ്റം നമ്മുടെ കുട്ടിക്ക് വരുന്നുണ്ട്. ആ മാറ്റം എന്താണ്? ആധുനിക ലോകത്ത് നമ്മുടെ കുട്ടിക്ക് ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? ആ മാറ്റത്തിന്റെ പേരാണ് കൂട്ടരെ സ്വതന്ത്ര ചിന്ത എന്നത്. ആ മാറ്റത്തിന്റെ പേരാണ് ലിബറൽ തോട്ട് എന്നത്. കണ്ടോ, നമ്മുടെ മക്കൾക്കകത്ത് ഈ സ്വതന്ത്ര ചിന്ത വല്ലാതെ വളർന്നിരിക്കുന്നു. ഈ മക്കൾ ചോദിക്കണം, ഒന്നൊരു പ്രശ്നമില്ല, ആണും ഒരുമിച്ച് ജീവിക്കാം, എന്താ കുഴപ്പം? പെണ്ണും ഒരുമിച്ച് ജീവിക്കാം, എന്താ കുഴപ്പം? ആരാ ചോദിക്കണേ? നമ്മളെ മക്കള്. അതിനൊക്കെ എന്താ അമ്മ കുഴപ്പം? അങ്ങനെ ജീവിക്കുന്ന കുട്ടികളൊക്കെ കണ്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നും പോസ്റ്റാ, അവർക്ക് എന്നും കണ്ടന്റാ. എല്ലായിടത്തും ബർത്ത്ഡേക്ക് പോകുന്നു, രാത്രി പോകുന്നു, പകല് പോകുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ഇതൊക്കെ കണ്ടന്റാ. പക്ഷെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന പെണ്ണിനോട് ഭർത്താവ് പറയും ഫോൺ വരെയൊക്കെ അവിടെ വെച്ച പോസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഒരു നിയന്ത്രണം വരും. കുട്ടിക്ക് ഇത് തീരെ ഇഷ്ടമല്ല. ഈ നിയന്ത്രണം ഇഷ്ടമില്ലാത്ത മക്കൾ അവര് സ്വതന്ത്രമായ ലോകത്തെ കുറിച്ച് ചിന്തിക്കുക. ആരും നിയന്ത്രിക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് മക്കൾ ചിന്തിക്കുക. ഇതിന്റെ പേരാണ് സ്വതന്ത്ര ചിന്ത എന്ന്. ആ കൊറോണ സമയത്ത് നമ്മൾ ഇത്തിരി ഒന്ന് പിറകോട്ടടിച്ചപ്പോ പള്ളിയും മദ്രസകളും ഖുർആൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ മുടങ്ങി നമ്മൾ അന്തിച്ചു നിന്നപ്പോ നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തപ്പോ ആ മക്കളെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ തലച്ചോറിനകത്തേക്ക് സ്വതന്ത്ര ചിന്ത കയറിയത് അറിയാതെ പോയതാ. അതറിയാതെ പോയതാ. ആ ചിന്ത ഇപ്പൊ വളർന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇപ്പോ ആരും നിയന്ത്രിക്കാത്ത എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന അവസ്ഥാന്തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതപ്പോ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് കണ്ടോ. ഇനിയോ നമ്മുടെ മക്കൾ മാത്രം മാറിയത്? നമ്മുടെ വിഷയം എന്താ? ആധുനിക ലോകം, മാറിയ കുടുംബം അല്ലെ, ജാഗ്രത വേണമെന്ന. ഇനിയോ മക്കള് മാത്രം മാറിയത്? അല്ല, ഈ ഫോൺ നമ്മളെ ഭാര്യന്റെ അടുത്തുണ്ട്, ഉമ്മാന്റെ അടുത്ത് ഫോണുണ്ട്,
കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട, ഉമ്മയും ഇതിങ്ങനെ കണ്ട് 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 പല പെണ്ണുങ്ങളും കൗൺസിലിങ്ങിന് വന്ന് പറയാണ് എന്താ പ്രശ്നം. അപ്പൊ ഭർത്താവ് പറയാം, സാറേ എന്റെ ഭാര്യയാണ്, ഓള് വീട്ടിലിരിക്കുകയാണ്, കുട്ടികളൊക്കെ നോക്കി ഉമ്മായും ബാപ്പിനെയൊക്കെ നോക്കി ഇങ്ങനെ വീട്ടമ്മയാണ്. ഞാൻ ചോദിച്ചു എന്നിട്ടോ ഇപ്പൊ ജോലി വേണം. ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ജോലി, 40-44 വയസ്സായില്ലേ. അപ്പൊ ആ പെണ്ണ് പറയാണ് ആ ജോലി വേണം. എന്തിനാ? ഞാൻ എന്ത് കാര്യത്തിന് മൂപ്പരമ്പിൽ ഇങ്ങനെ കയ്യാട്ടണം. ഞാൻ ചോദിച്ചു അതിനെങ്ങനെ കയ്യാട്ടണ്? വേണം, എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു പെണ്ണിനോട് ഞാൻ ചോദിച്ചു അല്ല എന്തിനാ ഇപ്പൊ നിനക്ക് പൈസ? അപ്പൊ ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യ സർപ്രൈസ് കൊടുക്ക. സർപ്രൈസോ? ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും കല്യാണ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ്, ഭർത്താവിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ്, മക്കൾക്ക് സർപ്രൈസ്. അങ്ങനെയാണ് അതപ്പൊ സ്റ്റൈല്, സർപ്രൈസ് കൊടുക്കുക. ഇതിനൊക്കെ നിങ്ങളെ ഭാര്യ നിങ്ങളോട് പറയാണ് എനിക്കൊരു സർപ്രൈസ് വേണം, ഒരു 1000 രൂപ നിങ്ങൾ മോന്തൊക്കെ ഒന്ന് കൊടുക്കൂലേ? മനുഷ്യൻ അധ്വാനിച്ചിട്ട് പൈസ സർപ്രൈസ് കൊടുക്കാൻ അല്ലേ? അപ്പൊ ഇതിനർത്ഥം എന്താ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ മുമ്പിൽ കയ്യാട്ടണം. അപ്പൊ 44 വയസ്സായാലും അത്രയും കാലം കുഴപ്പമില്ല, ഇനി ഇപ്പഴാ കുഴപ്പം. അപ്പൊ കുഴപ്പം എവിടെ തുടങ്ങി? ഈ പെണ്ണുങ്ങൾ ഇതിങ്ങനെ കാണുക. എന്നിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ എന്താ പണി? മിക്ക പെണ്ണുങ്ങൾക്കും ഓൺലൈനിൽ ബിസിനസ്സാ അല്ലേ? പാട്ട കച്ചവടം, ചുരിദാർ കച്ചവടം, മാക്സി കച്ചവടം. എന്താ പെണ്ണുങ്ങൾക്കില്ലാത്ത പണിയില്ല, ഓരോ പെണ്ണുങ്ങൾ കച്ചവടം. എന്നിട്ട് അതുവഴി കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പിൽ കുറെ ആളുകൾ കയറുന്നു, പ്രശ്നമാകുന്നു, പിന്നെ കൗൺസിലിംഗ്. എന്ത് രസമുണ്ട്! എന്തിനാ ഈ ബിസിനസ്? കയ്യാട്ടണ്ടേ? നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കണം. നമുക്കും വേണം ഒരു സ്പേസ്, നമുക്കും സ്വാതന്ത്ര്യം വേണം. എന്റെ ഭർത്താവ് എന്നോട് ചോദിക്കരുത് എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ സ്വതന്ത്ര ചിന്ത എന്നത്. ഭാര്യയെ ഭർത്താവ് നിയന്ത്രിക്കുന്ന, ഭർത്താവിനെ ഭാര്യ നിയന്ത്രിക്കുന്ന, പരസ്പരം നിയന്ത്രണമുള്ള ഒരു ഇടമാണ് കുടുംബം. എന്തിനാ ആണ് കല്യാണം കഴിച്ച്? നിയന്ത്രിക്കപ്പെടാനാ. അവന്റെ ലൈംഗിക വികാരം ഉൾപ്പെടെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാനാ കല്യാണം. ആ പെണ്ണ് അവനോട് പറയണം നല്ല ധൈര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വിറക് വെട്ടുകാരനായ സഹാബി ഇറങ്ങി പോവാണ്. വിറക് വെട്ടാൻ വേണ്ടി സഹാബി ഇറങ്ങി പോകുമ്പോ വിറക് വെട്ടാനുള്ള കയറും മഴുവും ഒക്കെ കെട്ടിയെടുത്ത് അതൊക്കെ തോളിൽ വെച്ച് കൊടുത്ത് ഭർത്താവിനെ യാത്രയാക്കുമ്പോ പിറകിൽ നിന്ന് പെണ്ണ് പറയുന്നൊരു വാക്കുണ്ട്, ഭർത്താവേ നിങ്ങൾ പോണത് അധ്വാനിക്കാനാ, നിങ്ങൾ തിരിച്ചു വരുന്നത് വെറും കൈയോടെയാണെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പക്ഷേ ഹലാലല്ലാത്ത ഒന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ആരാ നിയന്ത്രിക്കുന്നത്? ഈ ഭർത്താവിനെ നിയന്ത്രിക്കുന്നത് പെണ്ണാ. നിങ്ങൾ ഹലാലല്ലാത്ത ഒന്നും കൊണ്ടുവരരുത്, ഹറാമിന്റെ ഒരു കഷ്ണം കണ്ട് കയറ്റരുത്. കാരണം ഞങ്ങൾ എത്ര ആഴ്ചകൾ വിശന്നിരിക്കാൻ തയ്യാറാണ്, ഞാനും മക്കളും, പക്ഷേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവെ 5 പൈസ ഇങ്ങോട്ട് ഹറാമിൻ്റെ കൊണ്ടുവരണ്ട. ഈ പെണ്ണ് ആണിനെ നിയന്ത്രിക്കാൻ, ഇങ്ങനെ പരസ്പരം നന്മ ഉപദേശിക്കാൻ, തിന്മ വിരോധിക്കാൻ ഇടങ്ങളുടെ പേരാക്കൂട്ടരെ കുടുംബം. അത് ഒരാളെ നിയന്ത്രിക്കാനുള്ള മാത്രമല്ല, മൊത്തം നിയന്ത്രണ. ആ 2 പേരും ചേർന്ന് നിയന്ത്രിച്ച് മക്കളെ പോറ്റുന്ന ഇടമാണ് കുടുംബം. എന്തിനാ മക്കൾ കുടുംബത്തിൽ എന്തിനാ ജീവിക്കണേ? എന്തിനാ അങ്ങക്കൊരു കുടുംബം, ഒരു വീട്? എന്തിനാ? തർബിയത്ത് കൊടുക്കണം മക്കൾക്ക്, ഉപദേശം കൊടുക്കണം മക്കൾക്ക്. എന്ത്? നന്മ ഉപദേശിക്കണം, തിന്മ വിരോധിക്കണം. അതിനുള്ള കേന്ദ്രാണ്. എന്നോട് മിണ്ടണ്ട, എന്നോട് പറയണ്ട എന്നൊരു കുട്ടി പറയണ്ടേ, പിടിച്ച് പുറത്തുണ്ടേനെ. ആ കുട്ടിനെ പിന്നെ എന്തിനാ കുടുംബത്തിലാണോ നീ? പറയും, ഉമ്മ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഉമ്മാന്റെ കർത്തവ്യം അതാണ്. മക്കളെ പെറ്റ മാത്രം പോരാ, തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ, കുട്ടിക്ക് തർബിയത്ത് കൊടുക്കണം. കേൾക്കാത്ത കുട്ടിയുണ്ടോ? പഠിക്ക് പുറത്താ, പുകഞ്ഞ കൊള്ളി പുറത്താ. അങ്ങനത്തെ കുട്ടികളെയാണ് ജുവനൈൽ ഹോമിലേക്ക് അയക്കേണ്ടി വരുന്നത്. 16കാരനാണ് ആരാന്റെ കുട്ടിയുടെ മാനം പിച്ച് ചിന്തിക്കിട്ട് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നത്. നിങ്ങൾ ഓർക്കണം, ആ കുട്ടി ആർക്കും ഉമ്മാനെ തല്ലണ, ഉമ്മാനെ അനുസരിക്കാത്ത, ബാപ്പാനെ ബഹുമാനിക്കാത്ത മക്കൾ ഒരു മനുഷ്യനെ ബഹുമാനിക്കൂല, ഒരു മനുഷ്യനെ അനുസരിക്കൂല. ആ ചെക്കനെ തച്ച് കൊല്ലന്നെ നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാ പറ്റിയ കുട്ടിനെ? ആ കുട്ടി അപകടകാരിയാകും. അതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ പറഞ്ഞത്, കുടുംബം എന്നത് ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കുന്ന, ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കുന്ന, മക്കളെ ഭാര്യയും ഭർത്താവും ബാപ്പയും നിയന്ത്രിക്കുന്ന നിയന്ത്രണമുള്ള സ്ഥലത്തിന്റെ പേരാണ് ഇസ്ലാമിലെ കുടുംബം. ആരങ്ങളോട് പറഞ്ഞു ഇവിടെ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു? തോന്നിയേരി നടക്കാൻ പറ്റുന്നു? പറ്റൂല. അതിനല്ലേ കുടുംബമായത്. തോന്നിയേരി നടക്കാനും കല്യാണം കഴിക്കണം നമ്മള്. എന്തോ ഒരു സുഖമായിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾ പറയാണ് ഞാൻ ഇങ്ങനെ കയ്യാട്ടണം. ഇനി പ്രിയപ്പെട്ട സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ ഭർത്താവ് എത്ര കാലായി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്? എത്ര പൈസ അയാൾ ഈ കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ആ പൈസ ഒക്കെ എവിടെ? നിങ്ങളൊക്കെ നയിച്ച പൈസ എവിടെ? ഏത് ബാങ്കിലാണ് നിങ്ങൾ ഇട്ട്? സ്വിസ് ബാങ്കിലുണ്ടോ?
ഉണ്ടോ? ഇല്ല. ഓരോ മാസം 50,000 1 ലക്ഷം ഒക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പ്രിയപ്പെട്ട ആണുങ്ങൾ എവിടെ പൈസ? നിങ്ങൾ ടൂർ പോയോ? ഒറ്റക്ക് ടൂർ പോയോ? നിങ്ങൾ ഒറ്റക്ക് മന്തി തിന്നോ? കിട്ടുന്ന ഓരോ നാണയത്തൊട്ടുകളും ഹൃദയത്തിനോട് ചേർന്ന ഇടനെഞ്ചിലെ പോക്കറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവാക്കിയിട്ട് മെഴുകുതിരി കത്തിത്തീരും പോലെ ഉരുകി തീർന്ന ആണിനോട് ചോദിക്കുക, കൈ കാട്ടണ്ടേ നിങ്ങളുടെ മുമ്പിൽ എന്ന്. അയാൾക്കോ? അയാൾ അധ്വാനിച്ചതോ? ഇതൊന്നും ചർച്ചല്ല. ഇതൊക്കെ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്തവർ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നു, പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോയിക്കോട്ടെ, ആണിന്റെ പാട്ടിന് പോയിക്കോട്ടെ, സർവ്വ സ്വതന്ത്രമായ ലോകമാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് രാഷ്ട്രീയക്കാർ പറയുമ്പോൾ, സ്വതന്ത്ര ചിന്തകർ പറയുമ്പോൾ, വിസ്റ്റം ഓർഗനൈസേഷൻ, ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, കുടുംബമാണ് പരിഹാരം, കുടുംബമാണ് കൂട്ടരെ പരിഹാരം, കുടുംബത്തിനകത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഈ നിയന്ത്രണമുള്ള ഇടമാണ് കുടുംബം. ഇത് ആരോടാ പറയാ? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾക്കും വരികയാണ് സ്വതന്ത്ര ചിന്ത. കയ്യാട്ടി നിൽക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, പൈസ ഉണ്ടാക്കണം. ഉണ്ടോ? അപ്പോഴോ കുടുംബത്തിന്റെ അലകും പിടിക്കും വേർപെട്ടു പോവാണ്. എന്നിട്ട് ഈ ഫോണിനകത്ത് ഇരിക്കുകയാണ്. ഇനി പുരുഷന്മാരോ, അവരെ കയ്യിലുള്ള ഫോൺ. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഒരു അടുപ്പം നഷ്ടപ്പെട്ടു പോയ കുടുംബമാണ് കൂട്ടരെ ആധുനിക ലോകത്തെ കുടുംബം. സ്വന്തം ഭാര്യയെ ബെഡ്റൂമിനകത്ത് കാണുമ്പോ ആ ഭാര്യയോട് താല്പര്യം പോലും തോന്നാത്ത ഭർത്താക്കന്മാരുടെ കാലഘട്ടമാണ് 2026. ജോലിക്ക് പോയ ഇടം, ഓഫീസിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു, തന്റെ മൊബൈൽ ഫോണിനകത്ത് സകല വൃത്തികേടുകളും ഡൗൺലോഡ് ചെയ്ത് കാണുകയാണ്. ആര്? 30, 40, 50, 60 വയസ്സ് പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട ആണുങ്ങള് ഇത് മുഴുവൻ ഈ വേണ്ടാത്തരങ്ങളും ഫോണിൽ കാണുക. അതിന് മക്കളോട് പറയാനൊന്നും കാണരുത്. നമ്മളോ ആരും കാണാതെ സ്വകാര്യമായിട്ട് ഈ വൃത്തികേടുകൾ മുഴുവൻ കണ്ട്, ലോകത്തെ മുഴുവൻ പെണ്ണിന്റെയും നഗ്നത കണ്ട് സ്വന്തം ഭാര്യയുടെ അരികിലെത്തുമ്പോ അവളെ ഒരു ആഗ്രഹത്തോടെ നോക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോയ ആണുങ്ങളുണ്ട്. എത്ര പേരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയാം, എനിക്കല്ലല്ലോ അറിയാം അല്ലേ? ഒരു ഭാര്യമാര് കംപ്ലൈന്റ് പറയാ, ഒരു പെണ്ണ് വന്ന് കൗൺസിലിംഗ് ചോദിച്ചാ, ഞാൻ എന്തിനാ സാറേ പുരയിൽ നിൽക്കണേ? നീ വേണ്ടേ പുരയില്? ആർക്ക് വേണ്ടേ ഞാൻ പുരയിൽ നിൽക്കണേ? വേണ്ടേ? ആർക്ക്? അയാൾക്കിന്റെ വേണ്ട. ഞാൻ ആ മനുഷ്യനെ വിളിച്ച് പ്രശ്നം. അയാൾ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ടേ. വേണം. എന്തിന്? വെച്ച് വിളമ്പിത്തരാൻ, അലക്കിത്തരാൻ, വീട് തുടയ്ക്കാനോ, മക്കളെ പ്രസവിച്ചു പോറ്റാനോ അല്ല. ആ പെണ്ണിന് എന്നെ ഇയാൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ അവിടെ ശാരീരികമായ ബന്ധം നടക്കണ്ടേ? അത് നടക്കണമെങ്കിൽ ആ പെണ്ണിനോട് ഇയാൾക്ക് ഒരു താല്പര്യം തോന്നണ്ടേ? താല്പര്യം തോന്നണമെങ്കിൽ അയാൾ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണ്ടേ? അവളെ താല്പര്യം തോന്നുള്ളൂ. ഉണ്ടോ? അപ്പോ ലോകമാകെ മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിനകത്ത് ജാഗ്രത പുലർത്തണം. വിരൽ തുമ്പ് കൊണ്ട് എന്താണ് നിങ്ങൾ തിരയുന്നത് എന്ന് മുകളിലിരിക്കുന്ന റബ്ബ് കാണുന്നു എന്ന ബോധമുണ്ടാവണം. അപ്പോഴോ നമ്മുടെ കുടുംബം പഴയ രീതിയിലാകും. ഭാര്യയോട് താല്പര്യമുള്ള ഭർത്താവുണ്ടാകും. അവള് രാത്രി പാത്രം കഴുകി അടുക്കള തുടച്ച് വൃത്തിയാക്കി റൂമിലേക്ക് കടന്നു വരുന്നത് കാത്തിരിക്കുന്ന ഭർത്താവുണ്ടാകും. ആ കാത്തിരിപ്പ് കണ്ട് മനം നിറയുന്ന ഭാര്യയുണ്ടാകും. മറ്റേതോ എന്ത് അയാള് കിടന്നുറങ്ങണ്, അവള് വേറെ മൂലൊക്കെ കിടന്നുറങ്ങണ്. ഒരു ഏർപ്പാട്. കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ഇങ്ങനെ പോട്ടെ, നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കുക? ആ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇവിടെ എന്തായത്? മക്കള് മാത്രം പ്രശ്നം അല്ല, ആകെ മാറ്റം ഉണ്ടായിരിക്കുന്നു. ചിന്തകൾ മാറിയിരിക്കുന്നു. ഈ നിയന്ത്രണമില്ലാത്ത ലോകമുണ്ടല്ലോ, ആധുനിക ലോകത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു കാലമുണ്ടല്ലോ. ഈ കാലവും ലോകവുമാണ് കൂട്ടരെ നമ്മുടെ മക്കളെ നാശമാക്കിയത്, നമ്മളെ പ്രശ്നമുള്ളവരാക്കിയത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് ഈ കുടുംബത്തിന് വേണ്ടത്, എന്താ നമ്മൾ വേണ്ടത്, എന്താണ് ഇതിനൊരു പരിഹാരം? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, മക്കൾ, ഇവരൊക്കെ ചിന്തിക്കേണ്ട ചിന്തമുണ്ട്. പരിഹാരം എന്താണ്? ആ പരിഹാരത്തിലേക്ക് നയിക്കേണ്ട നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇതൊക്കെ ലോകത്ത് നടക്കുന്നത്. 16-കാരൻ 14-കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു അല്ലെ? +2 പഠിക്കുന്ന ചെറുക്കന്മാർ +1-കാരനെ മുറിക്കകത്തിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. പെൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചു എന്ന പേരിൽ മർദ്ദിക്കുന്നു. ഹോസ്റ്റൽ റൂമിൽ വസ്ത്രമഴിച്ച് ആൺകുട്ടിയെ കട്ടിലിൽ കാലും കൈയും കെട്ടിയിട്ടിട്ട് ബ്ലേഡ് കൊണ്ട് വരയുന്നു. എന്നിട്ട് ബാത്റൂം കഴുകുന്ന ലോഷൻ കൊണ്ടുവന്നിട്ട് താൻ മുറിച്ച മുറിവിനകത്ത് തേക്കുമ്പോ അവനിങ്ങനെ പെടയുമ്പോ ആ പെടയുന്നത് കണ്ട് സായുജ്യമടയുന്ന മാനസികാവസ്ഥയിലേക്ക് മാറിയ മക്കളുള്ള ലോകം. എന്താ പരിഹാരം? പോലീസ് കേസെടുക്കുന്ന പരിഹാരം? ജയിലിൽ നിറയുന്നതാ പരിഹാരം?
ബസ്സിനകത്ത് കയറിയിട്ട് ആണിന്റെ മാനത്തിന് വിലയില്ല എന്ന് കരുതുന്ന സ്ത്രീകൾ ബസ്സിൽ കയറിയിട്ട് സകല വൃത്തികേടും കാണിച്ച് അങ്ങോട്ട് ചെന്ന് ഒരയ്ക്കാണ് കൈ അവളുടെ മാറ്, എന്നിട്ട് അവനെതിരെ പോസ്റ്റ് ഇട്ടിട്ട് ആത്മഹത്യ ചെയ്യുമ്പം ആളുകൾ ചോദിക്കുന്നു, ലോകം ചോദിക്കുന്നു, പരിഹാരം എന്ത് എന്ന്. നമ്മൾ എന്താ പറയേണ്ടത്? പരിഹാരം എന്താ പറയേണ്ടത്? നമ്മുടെ ചാനലുകൾ, സകല വൃത്തികേടുകളും മനുഷ്യർക്ക് മുമ്പിൽ വലിച്ചിടുന്ന ചാനലുകൾ. എന്റെ പ്രിയപ്പെട്ട സർക്കാരെ, എന്റെ നാട്ടിലെ ജനങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ വൃത്തികെട്ട ചാനലുകളെ നിരോധിക്കാൻ? തമാശ എന്ന പേരിൽ സകല വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളും ഉളുപ്പില്ലാതെ പറയുന്ന എത്ര ചാനലുകളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിരോധിക്കാൻ? ഈ പ്രമുഖമായ ഒരു ചാനൽ ഈ അടുത്ത കാലത്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നടത്തിയത്. എന്തൊക്കെ വൃത്തികേടാണ്! ഒരു മുറിക്കകത്ത്, ഒരു വീട്ടിനകത്ത് ആണും പെണ്ണും ഇടകലർന്ന് വൃത്തികെട്ട ഡ്രസ്സുകൾ ധരിച്ച്, ആ പെണ്ണിനൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ അതിൽ കണ്ടാല് ഉടുക്കാത്ത പോലെയാണ്. എന്നിട്ട് കമന്റാ ഉടുത്തിട് അല്ലേ, കമന്റാ. എന്നിട്ട് ആണും പെണ്ണും ഇടകലർന്ന് ചേർന്ന് നാട്ടിലെ സകല വൃത്തികേട് രൂപത്തിൽ നടക്കുന്ന, ഇസ്ലാമിന്റെ പുറത്തു പോയ മുസ്ലിം എന്ന് വിളിപ്പേരുള്ള പെണ്ണുങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ചാനലിനകത്ത് ഇട്ട് നമ്മുടെ മക്കൾക്ക് വിരുന്നൊരുക്കിയിട്ട് 6ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരിയും ഒക്കെ സ്കൂളിനകത്ത് ചർച്ച ചെയ്തത് ബിഗ് ബോസിൽ ആര് ജയിക്കുന്ന. ഉമ്മാമ കരഞ്ഞത് ഓന് കിട്ടിയില്ല, ഓക്ക് കിട്ടിയെന്ന് കഴിഞ്ഞിട്ടാ ഉമ്മാമ കരയണേ. തട്ടട്ട ഉമ്മാമ മുന്നിൽ അയ്യോ ഓക്കാ കിട്ടിയതില്ലേ, ഓനെ കിട്ടണ്ടീനി എന്നാ പറഞ്ഞത്. ആരാ കൂട്ടരെ മാറേണ്ടത്? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇത്തരം പരിപാടികളെ നിയന്ത്രിക്കാൻ? നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനകത്തേക്ക് സകല വൃത്തികേടുകളും തിരികെ കയറ്റിയ ഈ ചാനലുകൾക്ക് നിയന്ത്രണമുണ്ടോ നമ്മുടെ ലോകത്ത്? ഇല്ല. ഇതെങ്ങനെ നന്നാവണ്ട്? ആരാ നന്നാക്കണ്ടേ? നിങ്ങൾ പരിഹാരം പറയൂ കൂട്ടരെ. ഇതിനെതിരെ കേസ് എടുത്തിട്ട് കുറെ ആളുകളെ കൊണ്ടുപോയി ജയിലടക്കലല്ല പരിഹാരം. പരിഹാരം ഞങ്ങളെടുത്തുണ്ട്. എന്താ പരിഹാരം? പരിഹാരം ഇസ്ലാമാണ്. പരിഹാരം തിരിച്ചുപോക്കാണ്. ഒരു ദീന് എല്ലാം കാണുന്ന CCTV നിങ്ങളെ സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് ബോർഡ് വെച്ചാ നമ്മളത് ഡീസന്റ് ആവും അല്ലേ? നമ്മളെന്താ ഇസ്ലാം പറയണ അറിയോ? ആകാശത്തുള്ള റബ്ബ് സകലതും കാണുന്നു. നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് രൂപപ്പെടുന്ന ആശയങ്ങളെ പോലും റബ്ബ് കാണുന്നു. എത്ര വലിയ കൊത്തളങ്ങൾക്കകത്ത് നിങ്ങൾ ഒളിച്ചാലും പ്രിയപ്പെട്ടവരെ റബ്ബ് കാണും. നിങ്ങൾ എന്താ തിരയുന്നത് വിരലുകൊണ്ട് റബ്ബ് കാണും. ബാത്റൂമിനകത്തെ സകല റൂമും അടച്ച് ഒരുത്തനും കാണൂല, അതാണല്ലോ ബാത്റൂം അല്ലെ? ആ ബാത്റൂമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് പോലും കൃത്യമായി അറിയുന്ന ഒരു റബ്ബിന്റെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഈ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധമുള്ള ജനങ്ങളെ സൃഷ്ടിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കളാവുക എന്ന പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് കൂട്ടരെ. നിങ്ങളുടെ അടുത്ത പരിഹാരമുള്ളത് ഇത് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യലോ, ജയിലിൽ നിറയ്ക്കലോ, ജുവനൈൽ ഹോം തികയാതെ വരും ഇല്ലേ? കുട്ടികളുടെ മനസ്സിനകത്തേക്ക് ഇത് കുത്തിവെക്കുക. പെണ്ണും ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ ചാനലുകൾ കൊണ്ടുവന്നിട്ട് സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റുകയാണ്. ആർക്കും വേണ്ടാതെ അഴുക്കുചാലിലേക്ക് തള്ളേണ്ടിയിരുന്നവർ ഇന്ന് സൂപ്പർ സ്റ്റാറുകളാണ്. അവരുടെ മേക്കപ്പിന്റെ കഥകളും അവരുടെ വസ്ത്രത്തിന്റെ കഥകളും അവരുടെ ജീവിതത്തിന്റെ കഥകളും ഒക്കെ കുട്ടികൾ ഇരുന്ന് ഷോർട്സും റീൽസുമായിട്ട് കാണുമ്പോൾ ഈ കുട്ടികൾ കുടുംബം എന്ന വ്യവസ്ഥിതി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് നാശത്തിലേക്ക് നീങ്ങുന്നു. റോഡുകൾ 6 വരിയായി മാറിയാൽ രാജ്യം പുരോഗമിക്കില്ല. വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉയർന്നാൽ ഒരു നാട് പുരോഗമിക്കില്ല. എല്ലാ വീടും 2 നിലയായി പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ തിളങ്ങിയാൽ നാട് പുരോഗമിക്കില്ല. LED ബൾബുകൾ ഇട്ട് അങ്ങാടികൾ മുഴുവൻ പ്രകാശപൂരിതമാക്കിയാൽ കൂട്ടരെ നാട് വികസിക്കുകയല്ല. ഒരു മനുഷ്യന്റെ ചിന്തകളെ സംസ്കരിക്കുമ്പോഴാണ് ഒരു നാട് വികസിക്കുക എന്ന് ആരാ പറഞ്ഞു കൊടുക്കുക ഈ കൂട്ടർക്ക്? ആ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്, സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം നിലകൊണ്ടുന്നത്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമ്മൾ എന്താ പറയുന്നത്? മനുഷ്യനെ സംസ്കരിക്കണം. ആ സംസ്കാരത്തിന് വേണ്ടിയിട്ട് അവൻ അള്ളയുണ്ട് എന്ന ബോധം വേണം. അവനെല്ലാം കാണുന്നു എന്ന് മക്കളറിയണം. പുതപ്പിനുള്ളിൽ നിന്ന് ഉമ്മ ഉറങ്ങി, ബാപ്പ ഉറങ്ങി, സഹോദരങ്ങളൊക്കെ കിടന്നു, വീട് ആരും അറിയില്ല എന്ന് തോന്നുമ്പോ കാമുകൻ തന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് പുതപ്പിനുള്ളിൽ നിന്ന് കാമുകനുമായി ചാറ്റ് ചെയ്യുന്ന ആ 17കാരി പെണ്ണുണ്ടല്ലോ, അവൾ അറിയാതെ പോയത് ആ അള്ളാഹ് ഈ രാത്രിയിലും ഉറങ്ങാതിരിക്കുന്നുണ്ട്. ആയത്തിൽ കുറിച്ച് ഒക്കെ ചൊല്ലിക്കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് ഉറക്കല്ല, അള്ളാഹ് ഉണർന്നിരിക്കും, സകലതും കാണും. നീ 12 മണിയാകുമ്പോ ഉമ്മയാണ് ഉറങ്ങണേ, 12 മണിയാകുമ്പോ ബാപ്പയാ ഉറങ്ങിയത്, നാടാ ലൈറ്റ് ഓഫ് ആക്കിയത്. ഉണർന്ന കണ്ണുകളുണ്ട്, അത് അള്ളാന്റെ കണ്ണാണ്. ആ അള്ളാന്റെ കണ്ണ് കാണുമ്പോൾ
ചെക്കനോട് പറഞ്ഞു കൊടുക്കണം, നിന്നെ പറിച്ചോ കാണോ. ആ ബോധമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാ തെറ്റിപ്പോവുക? ഈ മനുഷ്യനെ സംസ്കരിക്കാൻ, ആധുനിക ലോകത്തിലെ സകല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ദീൻ കൊടുക്കുക. നിങ്ങളെ ഭർത്താവിന് ദീനുണ്ടോ? അമ്മമാരോട് ചോദിക്ക്, സ്ത്രീകളോട് ചോദിക്ക്, ഭർത്താവിന് ദീനുണ്ടോ? എങ്കിൽ ആ ഭർത്താവ് നിങ്ങൾക്ക് എങ്ങോട്ടും വിടാ, അയാൾ തെറ്റൂല. ഭാര്യക്ക് ദീനുണ്ടോ? വിടാ, തെറ്റൂല. എത്ര പെണ്ണുങ്ങളാണ് ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് മൊബൈൽ ഫോണിനകത്ത് ചാറ്റ് ചെയ്യുന്നത്? എത്ര ആണുങ്ങളാണ് തന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പെണ്ണുമായിട്ട് വീണ്ടും ബന്ധം സ്ഥാപിച്ചത്? പാവം ഭാര്യ അറിയാതെ പോകുന്നു, പാവം ഭർത്താവ് അറിയാതെ പോകുന്നു. പറ്റിച്ച് ജീവിക്കാം. പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട്, അള്ളാഹ് കാണുന്നത്, സകലതും കാണുന്ന പടച്ചോൻ അല്ലേ? പിന്നെ ആർക്കാ പറ്റിക്കാൻ കഴിയും? ഇല്ല. ഇങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇതിന്റെ പരിഹാരം. എനിക്ക് ഉമ്മമാരോട് ഞാൻ അവസാനിപ്പിക്കാൻ, ഞാൻ 9 മണിയെ അവസാനിപ്പിക്കാൻ. നമുക്ക് പിന്നെ നാളെ ഇപ്പോൾ ശനിയാഴ്ചയാണ്. ചില ആൾക്കാർക്ക് പണിക്ക് പോകാനുണ്ടാവും, സ്കൂൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ട് ഞാൻ നീട്ടി പറയില്ല, അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, മക്കളെ ശ്രദ്ധിക്കണം. മാറിയ ഈ ലോകത്തെ ജാഗ്രത നമ്മുടെ കുടുംബത്തിനകത്തേക്ക് കൊണ്ടുവരണം. എൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, കഴിവതും നേരത്തെ നിങ്ങൾ വീട്ടിലെത്തണം. കുടുംബത്തിനകത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. മക്കൾ രാത്രി വീട്ടിനകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? കഴിയുമെങ്കിൽ വീട് പൂട്ടിയിട്ട് താക്കോല് നിങ്ങൾ പൂട്ടണം. അകത്തത് കുറ്റിട്ട് അകത്തത് തുറക്കാൻ പറ്റും. താക്കോലോട് പൂട്ടണം വീട്. ഒരുത്തനും പുറത്തുനിന്ന് അകത്ത് കയറാൻ കഴിയരുത്. ഒരുത്തനും അകത്തുനിന്ന് പുറത്ത് കിടക്കാൻ കഴിയരുത്. വീട്ടിനകത്ത് പുറത്തേക്ക് പോകുന്ന എല്ലാ വാതിലുകളും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ താക്കോലിട്ട് പൂട്ടി ആ താക്കോല് നിങ്ങളുടെ റൂമിനകത്ത് തലയണം കെട്ടിട്ട്. കാരണം എന്താ? നമ്മളെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നത് മക്കളാണ് ജോലിയിൽ പോകുന്നത്. അങ്ങനത്തെ മക്കളാണ് ജയിലിൽ കിടക്കുന്നത്. നമ്മളെ പക്ഷേ കാലഘട്ടം ഈ കുട്ടി തെറ്റിപ്പോവാനുള്ള സകല വഴിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. ആരോടാ ഞാൻ പറയുന്നത്? ഉപ്പമാരോടാണ്, ഉമ്മമാരോടല്ല, ഉപ്പമാരോടാണ്. വീട്ടിനകത്ത് നിയന്ത്രണം കൊണ്ടുവരേണ്ട ആഭ്യന്തര വകുപ്പ് വീട്ടിനകത്ത് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്, അത് ഉമ്മയല്ല. നിങ്ങളാ. ആ കുട്ടികൾ, നിങ്ങൾക്ക് 4 മക്കളുണ്ടോ? ഈ 4 മക്കളും രാത്രി വീട്ടിനകത്ത് ഉറപ്പ് വരുത്തണം. എത്ര പ്രായമുള്ള കല്യാണം കഴിക്കാത്ത ആൺകുട്ടിയും പെൺകുട്ടിയും നിങ്ങളുടെ വീട്ടിനകത്ത് അവർക്ക് രാത്രി ആൺകുട്ടി ഉണ്ടോ? അവനോട് പറയണം മഗ്‌രിബിന് പുരയിലെത്തണം. ഇനി എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുണ്ടെങ്കിൽ ഇശാഇന് പള്ളിയിലെത്തി പിന്നെ പുരയിലെത്തണം. പെൺകുട്ടി ഉണ്ടോ? അവൾ നേരം ഇരുട്ടുന്നതിന് മുമ്പ് ഒരേ കയറി നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇതൊന്നും വരുത്തിയില്ലെങ്കിൽ ഇതൊന്നും കാര്യം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ടെൻഷൻ നിങ്ങളെ മക്കളായിട്ട് മാറും. പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. ആ ചീത്ത പേര് പോവില്ല. നമുക്കെല്ലാം എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര പറമ്പ് വാങ്ങിയിട്ടും കാര്യമില്ല, എത്ര വലിയ കാർ വാങ്ങിയിട്ടും കാര്യമില്ല. വീട് 10 kV സോളാർ കയറ്റിയിട്ട് മുഴുവൻ AC ആക്കിയിട്ടും കാര്യമില്ല. AC നിങ്ങളുടെ പുറം തണുപ്പിക്കാനേ പറ്റുള്ളൂ. അകം കുളിർക്കണമെങ്കിൽ മക്കൾ നന്നാവണം. ആ മക്കളെ വീട് വരുത്താൻ ഉണ്ടാക്കരുത്. അതുകൊണ്ട് രാത്രി നിങ്ങളുടെ മക്കൾ വീട്ടിനകത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ആഭ്യന്തര വകുപ്പ് ബാപ്പമാരാണ്. അതിന് നിങ്ങൾ ആദ്യം പോലെ ഉറപ്പ് വരുത്തണം. രാത്രി ഈ ഭാഗത്തൊക്കെ ചില രാത്രി കറക്കം കുറച്ച് കൂടുതലുണ്ട്. ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും മാത്രമല്ല, പാപ്പാർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പുറയിലെത്തി ഉറപ്പ് വരുത്തണം. ഉണ്ടോ? എന്നിട്ട് കുട്ടികളെ വരുത്തണം. 2, നിങ്ങളുടെ മക്കൾക്ക് ഇപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ കയ്യിൽ മൊബൈലാ. 10 പഠിക്കുന്ന കുട്ടിക്ക് മൊബൈലാ. +2 കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല. +2 കഴിഞ്ഞാൽ കുട്ടിക്ക് മൊബൈൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ യുദ്ധം തുടങ്ങും. കുട്ടികളെ കയ്യിൽ മൊബൈലാ. നിങ്ങൾ വാങ്ങിക്കൊടുത്തോ? ഒരു +2 ഒക്കെ കഴിയുമ്പോൾ മൊബൈലൊക്കെ കൊടുത്തോ? പക്ഷേ ഒരൊറ്റ കുട്ടിയും രാത്രി 9 മണിക്ക് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. നിങ്ങൾ കൃത്യമായി വാങ്ങിക്കൊടുത്ത വാപ്പാക്ക് 9 മണിക്ക് അത് തിരിച്ചു വാങ്ങാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നിയന്ത്രണം ഇല്ലെന്നാ. 9 മണിയാകുമ്പോ നിങ്ങളുടെ മകൻ, കല്യാണം കഴിക്കാത്ത മകൻ, 21 വയസ്സുള്ള മകൻ, അവൻ ഫോൺ വാപ്പാന്റെ അടുത്ത് തരണം. നമ്മളെ വീട്ടിലെ നിയമതാ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലോ, ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ റോഡിന്, എന്റെ വണ്ടിക്ക് ഓരോ കൊല്ലം ടാക്സ് അടയ്ക്കുന്നുണ്ട് ഈ റോഡിന് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അടുത്തു കൂടി വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വലത്തു കൂടി ഓടിക്കാൻ പറ്റുമോ?
ഞാൻ വലത്തു കൂടി വണ്ടി ഓടിക്കുമ്പോൾ ഒരുത്തം നിർത്തി ചോദിക്കും എന്താ ഇതിൽ ഓടിക്കണേ, ഞാൻ ടാക്സ് എടുക്കുന്ന റോഡ്, എനിക്ക് തോന്നിയ മാതിരി പറ്റുമോ? എല്ലാ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ ഈ രാജ്യത്തേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിയമം തെറ്റിച്ചാൽ ശിക്ഷിക്കപ്പെടും. നമ്മുടെ വീട്ടിനകത്ത് ഒരു നിയമം വേണം. എന്താ വാപ്പ, എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും 9 മണിക്ക് ഫോൺ വാങ്ങില്ലല്ലോ, അത് അവിടെ, അത് കാനഡ, ഇത് ഇന്ത്യ. എന്താ നമ്മുടെ വീട്ടിൽ ഇന്ത്യ നിയമം, നമ്മുടെ നിയമം ഇതാണ്. നിങ്ങളൊക്കെ ഫോൺ വെച്ചോളൂ. പെൺകുട്ടിയുടെ അടുത്ത് ഫോൺ ഉണ്ടോ? കുട്ടികൾ പറയും പഠിക്കാൻ ഫോൺ വേണം. എന്തിനാ പഠിക്കാൻ ഫോൺ? എനിക്ക് മനസ്സിലായില്ല. SLC പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യം ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നാ ചോദിക്കുക. +2 പരീക്ഷയ്ക്ക് ഒരൊറ്റ ചോദ്യവും ടെക്സ്റ്റ് ബുക്കിനെ പുറത്ത് ചോദിക്കില്ല. എന്തിനാ ഈ ഫോൺ? എനിക്ക് മനസ്സിലായില്ല. അത് പറയാനേ കുട്ടികൾ. അതിലാ മെസ്സേജ് വരിക, അതിലാ ടൈം ടേബിൾ. പ്രിയപ്പെട്ടവരെ, ടൈം ടേബിൾ, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യണ അധ്യാപകൻ, ടൈം ടേബിളൊക്കെ എപ്പോഴും പഴയ മൈൻഡ്. എങ്ങനെ വരച്ചു കൊടുക്കണ്ട, തിങ്കളാഴ്ച കുട്ടികൾ വെറുതെ പറയാ. അല്ലെങ്കിൽ സ്കൂൾക്ക് വിളിച്ചു ചോദിച്ചോക്ക്, വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ സർക്കുലർ ഉണ്ട്. മൊബൈൽ ഫോണിനകത്ത് കുട്ടിക്ക് പഠിക്കാനുള്ളതൊന്നും അയക്കരുത്. ഞാൻ സ്കൂളിലെ കാര്യം പറഞ്ഞിട്ട്, കോളേജിലെ കാര്യം ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. എൻ്റെ അടുത്തുണ്ട് ഉത്തരവ്. ഒന്നും നിങ്ങൾ മൊബൈൽ ഫോണിനകത്ത് കൊടുക്കരുത് കുട്ടികൾക്ക്. കാരണം കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമയാക്കുന്നുള്ളതുണ്ട്. എപ്പോഴുള്ള ഉത്തരവ് അറിയോ? കൊറോണയ്ക്ക് ശേഷം, മുമ്പല്ല. പിന്നെന്താ അവർ പഠിക്കുന്നത്? ഒന്നും വിശ്വസിക്കരുത്. ഒന്നും ബുക്കൊക്കെ പഠിച്ച ബുക്കിലുണ്ട്. പണ്ടത്തെ മാതിരി തന്നെ പിന്നെ എപ്പോഴും പുസ്തകമുള്ളത്, പുസ്തകത്തിലാണ് പഠിക്കാനുള്ളത്. അത് നോക്കി പഠിക്കട്ടെ. എന്നിട്ട് ഒക്കെ ഫോണ് അല്ലേ. എന്നിട്ട് സ്കൂളിൽ പോയി കാണുന്ന ഒറ്റ ക്ലാസ് നോക്കിക്കില്ല. കാരണം എന്താ? യൂട്യൂബിലെ ക്ലാസ് കേൾക്കുക, സ്കൂള് പാഷന്മാരുടെ ക്ലാസ് കഥ കളിക്കുക, യൂട്യൂബ് ക്ലാസ് കേൾക്കുക, നടക്കൂല. അപ്പൊ രാത്രി ഫോണിൽ പഠിത്തല്ല, ഫോണ് വാങ്ങി വെക്കണം. അപ്പോഴേ നിങ്ങളുടെ കുട്ടി, അതാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ജാഗ്രത. കേട്ടോ? 3 നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണം. ആൺകുട്ടിന്റെ പാൻറ്റും കുപ്പായും തിരുമ്പാൻ ഉമ്മാനടുത്ത് കിട്ടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പാൻറ്റിന്റെ പോക്കറ്റ് പുറത്തേക്ക് വലിച്ചിട്ട് മണത്ത് നോക്കണം. സിഗരറ്റിന്റെ മണമുണ്ടോ, കഞ്ചാവിന്റെ മണമുണ്ടോ, എന്തെങ്കിലും മണം വ്യത്യാസം ഉണ്ടോന്ന്. ഈ പെണ്ണുങ്ങൾക്ക് മണത്ത് കണ്ടുപിടിക്കാനുള്ള ശേഷി നല്ല കൂടുതലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പാൻറ്റിന്റെ പോക്കറ്റിന് വലിച്ചിടണം. അപ്പൊ എന്തെങ്കിലും ഒന്ന് പോക്കറ്റിൽ, ഈ കുപ്പായത്തിന്റെ കീശക്കട വലിച്ചാൽ കിട്ടും, തിരുമ്പാൻ കിട്ടുമ്പോൾ കിട്ടും. ഉമ്മാക്കിന്റെ കയ്യിലാത് കിട്ടുക. ഓന്റെ യൂണിഫോം മണത്ത് നോക്കണം. ഓൻ കാണരുത്. സ്കൂളിൽ പോകുമ്പോൾ മണത്താൽ മതി. ഓന്റെ മുമ്പിൽ ഇത് മണക്കാൻ പാൻറ് കുപ്പായിട്ട് മണത്ത് വെക്കുക. ഈ പെൺകുട്ടികള് ഇടക്കിടക്ക് പെൺകുട്ടികളുടെ റൂമിൽ ED റെയ്ഡ് നടത്തണം. കുട്ടി മനസ്സിലാക്കരുത്. ഇടക്കിടക്ക് പോയി കണ്ടിട്ട് മോളെ അളമാറൊക്കെ ഒന്ന് മറക്കി. ഓള് സ്കൂളിൽ വരുമ്പോൾ പറയാം, ഞാനൊക്കെ മടക്കിച്ചു. ശരിക്കും നിങ്ങൾ മടക്കിയൊക്കെയല്ല വേണ്ടത്, പടഞ്ഞിട്ട് സകലതും പടഞ്ഞിടണം. കാരണം എന്താ? മക്കൾ തെറ്റിപ്പോവാനുള്ള സകല വഴികളുമുണ്ട്. ജാഗ്രത വേണം. ഇതൊന്നും കുട്ടികളെ അവിശ്വസിക്കല്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓരോ പ്രേമൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഉമ്മ പറയാണ്, സാറേ ഓളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാ, എന്നിട്ട് പ്രേമം ഉണ്ടല്ലോ. ഞാൻ തന്നെ എപ്പോൾ തുടങ്ങി? 8 ഉണ്ടല്ലോ. 9, 10, 11, 12 ഡിഗ്രി, 5 കൊല്ലത്തെ പ്രേമം എങ്ങനെയാ കൂട്ടുകാരെ നമുക്ക് വേർപിടിക്കാൻ കഴിയും? എന്താണ് ഉമ്മ അറിയാതെ പോയത്? അപ്പൊ നമ്മൾ ജാഗ്രത പാലിക്കണം. കുട്ടികളെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. പക്ഷേ കുട്ടികളെ വിശ്വസിക്കണം. എന്നാൽ ഒരു ശ്രദ്ധ വേണം. ഉണ്ടോ? ഒരു ശ്രദ്ധ, അതാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുട്ടികളുടെ വസ്ത്രം അലക്കാനെടുക്കുമ്പോൾ കുട്ടികളുടെ ബാഗ് ഇടക്കിടക്ക് കുറഞ്ഞിടണം. എല്ലാം ചെയ്യേണ്ടത് ഉമ്മമാരാണ്. ഉമ്മന്റെ പണിയാണ്. ഉമ്മന്റെ പണിയാണ്. അടുത്തത് ട്യൂഷൻ ക്ലാസ്. ട്യൂഷൻ ക്ലാസ് ഇത് അറിയാതിരിക്കാൻ പറ്റില്ല. സ്കൂളുകളിൽ അനുവദിക്കാത്ത സകല വൃത്തികേടുകളും അനുവദിച്ചു കൊടുക്കുന്നത് ട്യൂഷൻ ക്ലാസ്സുകളാണ്. മിക്ക ട്യൂഷൻ ക്ലാസ് അല്ലേ? നമ്മുടെ താമരശ്ശേരി ഭാഗത്ത് ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ നെഞ്ചാക്ക് കൊണ്ട് തലക്കടിയേറ്റ് തലച്ചോറ് കലങ്ങി വീട്ടിലെത്തിയിട്ട് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും മരണപ്പെടുകയാണ്. ആ ചെക്കനെ അടിച്ചു പരിക്കേൽപ്പിച്ച ചെക്കന്മാരിപ്പോൾ ജുവനൈൽ ഹോമിലാണ്, ജാമ്യം കിട്ടുന്നു, ഹോമിലാണ്. ഉണ്ടോ? അവരവിടെ ഉണ്ട്. ഈ ചെക്കന്മാർ പ്രശ്നമുണ്ടാക്കിയത് എവിടുന്നാ തുടക്കം? സ്കൂളിൽ നിന്നല്ല. സ്കൂളിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും അനുവദിക്കും. രണ്ടാത്രങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തിലാണ് പോണത്. വമ്പൻ DJ പാട്ടുകൾ, വമ്പൻ കലോത്സവങ്ങൾ, സ്കൂളിനേക്കാളും വലിയ കലോത്സവം. അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാ വേണ്ടാത്തതിനും ട്യൂഷൻ ക്ലാസ്സുകാരൊക്കെ അനുവദിച്ചു കൊടുക്കും. കാരണം എന്താ അറിയോ? ഓൾക്ക് അങ്ങനെയെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ നേരം വിളിക്കുന്നതിന് മുമ്പ് കുട്ടി അവിടെ എത്തുമ്പോൾ ഈ കുട്ടി ട്യൂഷൻ ക്ലാസ്സിലെത്തി അവിടുത്തെ എല്ലാ വൃത്തികേടുകൾക്കും നിങ്ങൾ അനുഭവിക്കും. കേട്ടോ?
അടുത്തത് ഞാൻ അവസാനിപ്പിക്കാൻ. അടുത്തത് മക്കൾ, കുടുംബം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ പ്രതാപം. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും ബാപ്പയും മക്കളും ഉമ്മയും ഒരുമിച്ചിരിക്കാൻ ഒരു സമയം. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധ വേണം. മക്കള്, മൂത്ത മോള് 8:30 പോവുക സ്കൂൾക്ക്, മോൻ പോവുക 9:30, ബാപ്പ പോവുക 7:30. രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉച്ചക്ക് കുട്ടി സ്കൂളിലാണ്, ഉമ്മ വീട്ടിലാണ്, നമ്മൾ പണിസ്ഥലത്താണ്. നമുക്ക് ചിലപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ വരില്ല. വൈകുന്നേരം ചായ കുടിക്കുമ്പോഴും ബാപ്പ തിരിച്ച് വീട്ടിലെത്തി കഴിയില്ല. പക്ഷേ ഊടണയുന്ന സമയമുണ്ട്, രാത്രിയാണ്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും മക്കളും പരസ്പരം വിളമ്പിക്കൊടുത്ത് സ്നേഹം വിളമ്പി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. കുടുംബം ഒരു വീടുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കുറെ റൂമുണ്ടാക്കിയിട്ട് ഓരോ പൊത്തിൽ ഓരോന്നിനെ കയറ്റിയിരിക്കാനൊന്നും കുടുംബമില്ല. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് പൊത്തുനിന്ന് ഇറങ്ങണം, പുറത്തിരിക്കണം. അപ്പോഴോ ബാപ്പ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം 15 മിനിറ്റ് ഈ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് പാത്രമൊക്കെ കഴുകി ഉമ്മാനെല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് മക്കൾ കാണുന്നതൊക്കെ. ആൺകുട്ടിക്ക് പാത്രം കഴുകാം, ആൺകുട്ടിക്ക് നിലം തുടയ്ക്കാം, ഉണ്ടോ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. പാപ്പാക്ക് കൂടിക്കൊടുക്കാം. എല്ലാവരും കൂടി ചേർന്ന് ആ അടുക്കള കൊണ്ട് തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകിച്ച് ഒരൊറ്റ ആ സോഫ മേലൊക്കെ സംസാരിച്ച് എന്തൊക്കെയാണ് സ്കൂളിലെ വർത്താനം, മോളെ നിന്റെ സ്ഥിതി എന്താ എൻ്റെ സ്ഥിതി എന്ന് ഭാര്യയോടൊക്കെ ഒന്ന് ചോദിച്ച് ഒരുമിച്ചിരിക്കുമ്പോഴാണ് കുടുംബം. ദിവസം ഇരിക്കാൻ പറ്റൂലേ? ബുദ്ധിമുട്ടുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരിത്തിരി സമയം, അപ്പം അല്പം കൂടി സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ ഉണ്ടോ? ഇതിനൊക്കെ സമയം കണ്ടെത്തിയില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സകല മൂല്യങ്ങളും ഒഴുകിപ്പോകുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഒറ്റപ്പെട്ടൊരു ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. അവസാനമായി ഞാൻ അവസാനിപ്പിക്കാൻ. ഇനി അവസാനമായിട്ട് ഒരു കുടുംബത്തിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് ദീനാണ്. മക്കൾക്ക് ദീൻ കൊടുക്കാനുള്ള ഒരവസരവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പാഴാക്കരുത്. CRE ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന CREകളുണ്ട്, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഉണ്ടോ? കുട്ടി മദ്രസ നിർത്തിയ കുട്ടിയുണ്ടോ? ഉണ്ടോ? മദ്രസ കിട്ടാത്ത കുട്ടിയുണ്ടോ? ഓൺലൈൻ മദ്രസകളിൽ പങ്കെടുത്ത കുട്ടിയുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ കുട്ടിക്കൊക്കെ ദീനിൽ ഇത്തിരി കുറവുണ്ടാവും. ആ കുട്ടിക്ക് കുറെ സംശയം ഉണ്ടാവും. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവൻ കാണുന്ന വീഡിയോയിൽ പഠിച്ചോണ്ടോ എന്ന ചിന്ത ആ കുട്ടീൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ആ കുട്ടികളെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൃത്യമായി നടത്തുന്ന CRE ക്ലാസ്സിലേക്ക് ഒരു ഞായറാഴ്ച 1 മണിക്കൂർ 1.5 മണിക്കൂർ അള്ളാന്റെ കലാമൊന്ന് കുട്ടിക്ക് പഠിക്കാൻ, ഹദീസുകളൊന്ന് കേൾക്കാൻ, ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കാൻ 1.5 മണിക്കൂർ ആ കൂട്ടരെ ആഴ്ചയിൽ ചോദിക്കുന്നത്. അതുപോലും തരാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നാളെ കൗൺസിലിംഗ് സെന്ററിന്റെ വരാന്തകളിൽ ഊഴം കാത്ത് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും. നിങ്ങൾ പോലീസ് സ്റ്റേഷന്റെ വരാന്തകളിൽ ഈ പ്രതിയെ ഒന്ന് വിട്ടുകിട്ടിയാൽ വീട്ടിൽ കൊണ്ടുപോകാന്ന് കരുതി ഇരിക്കേണ്ടി വരും. നിങ്ങൾ കോടതി മുറികൾക്കകത്ത് ജാമ്യത്തിന് വേണ്ടിയിട്ട് വക്കീൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും. നിങ്ങളോട് ചോദിക്കുന്നത് 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ സമയം ട്യൂഷൻ ക്ലാസ് ഒക്കെ ഒഴിവാക്കി കളി. എന്നിട്ടോ ആ കുട്ടിയൊന്ന് ഇരിക്കട്ടെ, ഖുർആനൊന്ന് പഠിക്കട്ടെ, ഹദീസുകൾ കേൾക്കട്ടെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ കുട്ടി പഠിക്കട്ടെ. ആ പഠിക്കാനുള്ള ഒരു അവസരം പാഴാക്കരുത്. സമ്മേളനങ്ങൾ ഉണ്ടാക്കും, പ്രോഫ്കോൺ നടക്കാറുണ്ട്. കുട്ടികളെ പറഞ്ഞേക്കണം. ഐസക്ക് നടക്കാറുണ്ട്, കുട്ടികളെ പറഞ്ഞേക്കണം. ദീൻ സ്പേസുകൾ നടക്കാറുണ്ട്. ദീൻ പഠിക്കാനുള്ള സകല അവസരങ്ങളെയും കോടികൾ മുടക്കിയിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് മുമ്പ് തുറന്നു കൊടുക്കുന്നു. ഇതൊക്കെ ആർക്കാന്നറിയോ? ഒരിക്കലല്ല, നിങ്ങളെ മക്കൾക്കുള്ള അവസരമാണ്. ആ അവസരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ആ കുട്ടികളെ ഇതിനൊക്കെ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഒരു ദിവസം ലീവ് എടുത്ത് കുട്ടീനെ കൊണ്ടുപോയിട്ട് ആക്കിയാലും നേരത്തെ പറഞ്ഞത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലും കോടതി വരാന്തകളിലും കൗൺസിലിംഗ് സെന്ററിന്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിലുമൊക്കെ ഊഴം കാത്തിരിക്കുന്ന സമയത്തിന് അപ്പുറം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധ വേണം. ദീനാണ് പരിഹാരം, കുടുംബമാണ് പരിഹാരം. ജാഗരൂകരാവണം. കാലം എത്ര മാറിയാലും മാറാത്ത മൂല്യങ്ങളുള്ള
ഇസ്ലാമിൻ്റെ ഈ ദിവ്യമായ വെളിച്ചത്തിലേക്ക് നിങ്ങൾ നമ്മുടെ മക്കളെയും കൂട്ടുപിടിക്കണം, എല്ലാം പകർന്നു കൊടുക്കണം. അപ്പോൾ തെറ്റിപ്പോവാത്ത, മൂല്യച്യുതി സംഭവിക്കാത്ത, ചോർന്നു പോയ മൂല്യമില്ലാത്ത ആളുകളായി നമ്മുടെ മക്കൾ നിലനിൽക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മോള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കുപ്പായം മുകളിലേക്ക് പൊന്തൂല, കൈ പൊന്തിച്ച് ബസ് പിടിക്കുമ്പോൾ അവളെ പള്ള പുറത്ത് കാണൂല, അവളുടെ ചുണ്ടിൽ ചുവപ്പ് വീഴൂല, അവളുടെ കണ്ണ് പാലിട്ട് എഴുതൂല, അവൾ മുഖം മിനുക്കൂല. ഒരാണിനെ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ മോള് നടക്കൂല. നമ്മുടെ മോനെ ആരൊക്കെ നിർബന്ധിച്ചാലും അവൻ്റെ ചുണ്ടിൽ കള്ളും കഞ്ചാവും, അവൻ്റെ ചുണ്ടിൽ എരിയുന്ന ലഹരിയും നമ്മുടെ മക്കൾക്ക് വരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനാണ് പരിഹാരം, പ്രിയപ്പെട്ടവരെ കുടുംബമാണ് പരിഹാരം. ഇതിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ കുടുംബം ഏറ്റവും മികച്ച കുടുംബമായി നാളെ സ്വർഗപ്പൂങ്കാവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബത്തോടെ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂടെ നാം ഏവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.